ഇതിൽ 20 വർഷം വരെ പ്രതികൾക്ക് ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. മോർണിംഗ് വൈബ്സിന് തിങ്കളാഴ്ച ദിവസം എല്ലാവരും രാവിലെ തിരക്കിട്ട സമയത്താണെന്ന് അറിയാമെങ്കിൽ പോലും ഒരുപാട് വാർത്തകളുമായി നമുക്ക് ഗംഭീരമായി പോകാം. അപ്പോൾ ഇന്ന് ഒരു പ്രത്യേകതയുണ്ട്. ഈ നമ്മുടെ IPC എന്നുള്ള ആ നിയമവ്യവസ്ഥയ്ക്കൊക്കെ മാറ്റം വന്ന് പഴയ ആ നിയമവ്യവസ്ഥ പൂർണ്ണമായും മാറി രാജ്യം പുതിയൊരു നിയമവ്യവസ്ഥയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ആ ദിനത്തിൽ നമുക്ക് ആ വാർത്തയിൽ തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. ബ്രിട്ടീഷ് കാലത്തെ ക്രിമിനൽ നിയമങ്ങൾ ഉപേക്ഷിച്ച് രാജ്യം ഇന്ന് മുതൽ പുതിയ നിയമവ്യവസ്ഥയിലേക്ക് കടക്കുകയാണ്. കോടതികൾക്കും പോലീസിനും എല്ലാം ഇനി ബാധകം പുതിയ ക്രിമിനൽ നിയമങ്ങളായിരിക്കും. ഭാരതീയ ന്യായ സംഹിത, നാഗരിക സുരക്ഷാ സംഹിത, സാക്ഷ്യാധിനിയമം എന്നീ പേരുകളിലാണ് പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത്. 1860 മുതൽ ഉണ്ടായിരുന്ന IPC, 1898 മുതലുള്ള CRPC, 1872 തെളിവ് നിയമം എന്നിവയാണ് മാറുന്നത്. നൂറ്റാണ്ടിലധികമായി തുടർന്ന നിയമവ്യവസ്ഥ മാറുമ്പോൾ വകുപ്പുകളിലും നമ്പറുകളിലും കാര്യമായ വ്യത്യാസമുണ്ട്. തൃശൂർ പോലീസ് അക്കാദമിയിലും തിരുവനന്തപുരത്തെ പോലീസ് ട്രെയിനിംഗ് സെന്ററിലും കേരളത്തിലെ സേനാംഗങ്ങൾക്ക് 3 മാസത്തിലേറെയുള്ള പരിശീലനം നൽകിയിരുന്നു. എങ്കിലും കൈകാര്യം ചെയ്യുമ്പോൾ തുടക്കത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾക്ക് ഇടയാക്കിയേക്കാം. വകുപ്പിൽ മാറ്റമുണ്ടായാലും തെളിവ് ശേഖരണത്തിൽ വീഴ്ച പറ്റിയാലും കേസിനെ ബാധിക്കും. പുതിയ നിയമത്തിൽ വകുപ്പ് 113 ഭീകരപ്രവർത്തനം ഉൾപ്പെടുക. സംഘടിത കുറ്റകൃത്യം 111. രണ്ടിനും IPC-യിൽ വകുപ്പുകൾ ഉണ്ടായിരുന്നില്ല. സുവർഗാനുരാഗം കുറ്റമാക്കുന്ന 377 ഒഴിവാക്കി. കൊലക്കുറ്റത്തിനുള്ള IPC 302 പുതിയതിൽ 103 വകുപ്പാണ്. പിടിച്ചുപറിക്കുള്ളതാണ് ഇനി 302 വകുപ്പ്. ഗൂഢാലോചനയ്ക്കുള്ള 120B ഇനി 61 ആകും. നിയമവിരുദ്ധ സംഘം ചേരലിന് 14 പകരം 187 ആയിരിക്കും. 420 നിലവിൽ വഞ്ചന കുറ്റമാണ്. ഈ നമ്പറിൽ മറ്റു വകുപ്പ് പുതുതായില്ല. 316 വകുപ്പിലാണ് തട്ടിപ്പ് കൈകാര്യം ചെയ്യുന്നത്. രാജ്യദ്രോഹത്തിനുള്ള 124A ഇനി 150 ആകും. കൈക്കൂലി 171Bയിൽ നിന്ന് 170, സ്ത്രീധനമരണം 304Bയിൽ നിന്ന് 80, ബലാത്സംഗം 375 നിന്ന് 63, മോഷണക്കുറ്റം 378 നിന്ന് 303, വിശ്വാസവഞ്ചന 405 നിന്ന് 316 എന്നിങ്ങനെ മാറും. ഫോറൻസിക് ഉദ്യോഗസ്ഥർക്കും തെളിവ് ശേഖരണത്തിൽ പരിശീലനം നൽകി. 90 ദിവസത്തിനുള്ളിൽ നിർബന്ധമായും കുറ്റപത്രം സമർപ്പിക്കണമെന്നാണ് പുതിയ നിയമത്തിൽ അനുശാസിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. നമ്മൾ ഇനി പാർലമെന്റിലേക്ക് പോകുന്നത്. പാർലമെന്റിൽ ഇന്ന് നന്ദിപ്രമേയ ചർച്ചയ്ക്ക് പ്രതിപക്ഷം സഹകരിക്കുമെന്നുള്ളതാണ് വിവരം. നീറ്റ് ചോദ്യപേപ്പറിൽ ചർച്ചയിൽ പ്രതിഷേധം അറിയിച്ച ശേഷം ചർച്ചയിൽ പങ്കെടുക്കാൻ തന്നെയാണ് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നത്. ചർച്ചയിൽ വിഷയം ഉന്നയിക്കാനാണ് തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ ചർച്ചയ്ക്ക് നാളെ മറുപടി നൽകും. കേരളത്തിൽ നിന്നുള്ള എളമരം കരീം, ബിനോയ് വിശ്വം എന്നിവരുടെ കാലാവധി ഇന്ന് അവസാനിക്കുകയുമാണ്. രാകേഷ്, അപ്പോൾ ഈ നീറ്റ് സഭയിൽ ഉന്നയിക്കും എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ തീരുമാനമാണ്. പക്ഷേ അപ്പോഴും കാര്യമായിട്ടുള്ള പ്രതിഷേധം വേണ്ട എന്നുള്ളതാണ് നിലപാട്. എൽദോ, തുടക്കത്തിൽ ഏതായാലും ഇന്ന് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ലോക്സഭ 2 തവണയാണ് തടസ്സപ്പെട്ടത്. തുടർന്ന് 12 മണിക്ക് സമ്മേളിച്ച സഭ പിന്നീട് പ്രതിഷേധത്തെ തുടർന്ന് അവസാനിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ലോക്സഭ സമ്മേളിക്കുമ്പോൾ ആദ്യം ഈ വിഷയത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ചയാണെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കും. പക്ഷേ സ്പീക്കർ അതിന് അനുമതി നൽകാനുള്ള സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് സ്വാഭാവികമായും രാഷ്ട്രപതിക്കുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ ലോക്സഭയിൽ ചർച്ച ആരംഭിക്കും. അനുരാഗ് ഠാക്കൂറാണ് ഈ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുക. നാളെ ഏതായാലും ഈ വിഷയത്തിൽ ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറയും. രാജ്യസഭയിൽ ഇതിനോടകം തന്നെ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ പ്രതിഷേധങ്ങൾക്കിടയിലും ചർച്ച തുടങ്ങാൻ രാജ്യസഭയിൽ കഴിഞ്ഞിരുന്നു. 21 മണിക്കൂർ ചർച്ചയാണ് രാജ്യസഭയിൽ നിശ്ചയിച്ചിരിക്കുന്നത്. രാജ്യസഭയിൽ ഏതായാലും നാളെ ലോക്സഭയിൽ മറുപടി പറഞ്ഞ ശേഷം മറ്റന്നായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാളായിരിക്കും മറുപടി പറയുക. ഏതായാലും ഇന്ന് നീറ്റ് വിഷയത്തിൽ മാത്രമല്ല മറ്റു ചില വിഷയങ്ങൾ കൂടി പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. അതിലൊന്ന് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നു എന്ന വിഷയം പ്രതിപക്ഷം ഉന്നയിച്ചേക്കും. ആം ആദ്മി പാർട്ടി ഈ വിഷയത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രതിഷേധത്തിലാണ്. രാഷ്ട്രപതിയുടെ സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യുന്നതടക്കം
ആം ആദ്മി പാർട്ടി ബഹിഷ്കരിച്ചിരുന്നു. ഇന്ന് ഏതായാലും ആ വിഷയം ഉന്നയിക്കുമെന്ന് ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ വിലക്കയറ്റം അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാനുള്ള തീരുമാനത്തിലാണ് പ്രതിപക്ഷം ഇപ്പോൾ ഉള്ളത്. ഏതായാലും ഇന്ന് കേരളത്തിൽ നിന്നുള്ള 2 അംഗങ്ങളുടെ കാലാവധി അവസാനിക്കുകയാണ്. അതൊന്ന് ബിനോയ് വിശ്വം, രണ്ടാമത് എളമരം കരീം. ഇതിന് പകരമായി 2 പേരുടെ സത്യപ്രതിജ്ഞ, 3 പേരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. കാരണം ജോസ് കെ മാണി വീണ്ടും രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അപ്പോൾ 3 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കുകയാണ്. മുസ്ലിം ലീഗിലെ ഹാരിസ് ബീരാൻ, CPI-യിലെ PP സുനീർ, ഒപ്പം തന്നെ ജോസ് കെ മാണി, അവരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. 2 അംഗങ്ങളുടെ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. എൽദോ, നന്ദിപ്രമേയ ചർച്ച തുടങ്ങുമ്പോൾ ആ നന്ദിപ്രമേയത്തിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ചർച്ചകൾക്കിടയിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ നീറ്റ് സഭയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണോ പ്രതിപക്ഷം ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണ് കാണേണ്ടത് എന്തോ. കാരണം പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഈ സഭയുടെ മറ്റ് നടപടികളൊക്കെ തന്നെ നിർത്തിവെച്ച് ഈ വിഷയം പരിഗണിക്കണം എന്നൊരു ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പക്ഷേ അതിന് സ്പീക്കർ അനുമതി നൽകില്ല. കഴിഞ്ഞ ദിവസം ഈ വിഷയം ഉന്നയിപ്പിച്ചപ്പോൾ സ്പീക്കർ പറഞ്ഞ കാര്യം നന്ദിപ്രമേയ ചർച്ച നടക്കുകയാണ്. അപ്പോൾ നന്ദിപ്രമേയ ചർച്ച നടക്കുമ്പോൾ മറ്റ് വിഷയങ്ങൾ അജണ്ടയായി പരിഗണിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വിഷയങ്ങൾ, ഏത് വിഷയം വേണമെങ്കിലും ഈ നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെ പരാമർശിക്കാം എന്നാണ് സ്പീക്കർ പറഞ്ഞത്. അപ്പോൾ അത്തരമൊരു നീക്കം തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടാവുക. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ ഇന്ന് സംസാരിക്കും. രാഹുൽ ഗാന്ധി സ്വാഭാവികമായും സംസാരിക്കുമ്പോൾ നീറ്റ് അടക്കമുള്ള വിഷയങ്ങൾ അദ്ദേഹം പരാമർശിക്കുകയും ചെയ്യും. അപ്പോൾ നന്ദിപ്രമേയ ചർച്ചയിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുള്ളത്. സർക്കാരാകട്ടെ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്, പ്രതിപക്ഷം ഈ ചർച്ചകൾക്കിടയിൽ ഈ വിഷയം ഉന്നയിക്കുകയാണെങ്കിൽ മറുപടി പറയാം എന്ന നിലപാടിൽ സർക്കാരും എത്തിയിട്ടുണ്ട്. കാരണം സർക്കാർ പറയുന്ന വാദം, ഇതിനോടകം തന്നെ CBI ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഒപ്പം തന്നെ ഉന്നതതല സമിതി ഈ വിഷയത്തിൽ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സർക്കാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ഇനി എന്തൊക്കെ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ ഒരു മറുപടി പറയാൻ തയ്യാറാണ് എന്ന നിലപാടാണ് ഇപ്പോൾ സർക്കാർ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു വിഷയം ഏതെങ്കിലും പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞേക്കും. റൈറ്റ്, ER രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. എന്നാൽ പാർലമെന്റിൽ ഇന്ന് നന്ദിപ്രമേയ ചർച്ചകൾക്ക് തുടക്കമാവുകയാണ്. പ്രതിപക്ഷം നീറ്റ് വിഷയം ഉന്നയിക്കും, പക്ഷെ അത് വലിയൊരു പ്രതിഷേധത്തിലേക്ക് പോകാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നു. എന്തായാലും സഹകരിക്കുക എന്നുള്ള നിലപാടുണ്ട് പ്രതിപക്ഷത്തിന്. സംസ്ഥാനത്ത് 4 വർഷ ബിരുദത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിർണായക ചുവടുവെപ്പ് എന്ന രീതിയിലാണ് സർക്കാർ 4 വർഷ ബിരുദം അവതരിപ്പിക്കുന്നത്. അതേസമയം പുതിയ തീരുമാനത്തെക്കുറിച്ച് അറിയില്ല എന്നാണ് ഗവർണറുടെ പ്രതികരണം. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന പ്രഖ്യാപനത്തോടെയാണ് 4 വർഷ ബിരുദത്തിന് സർക്കാർ തുടക്കമിടുന്നത്. സംസ്ഥാനത്തെ വിവിധ ക്യാമ്പസുകളിൽ നവാഗത വിദ്യാർത്ഥികൾക്കായി വർണ്ണാഭമായ പ്രവേശനോത്സവം ഒരുക്കും. മുതിർന്ന വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിലാകും പുതുമുഖങ്ങളെ സ്വീകരിക്കുക. തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ നടക്കുന്ന സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന പരിപാടി എല്ലാ കോളേജുകളിലും തത്സമയം പ്രദർശിപ്പിക്കും. തുടർന്ന് ക്യാമ്പസ് തല ഉദ്ഘാടന ചടങ്ങുകൾക്ക് തുടക്കമാവും. പുതിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ബോധവൽക്കരണ ക്ലാസും ഇന്ന് നടക്കുന്നുണ്ട്. തൊഴിൽ ശേഷി വളർത്തലും ഗവേഷണ പ്രവർത്തനങ്ങളും സംയോജിപ്പിച്ചുള്ള പാഠ്യപദ്ധതിയാണ് 4 വർഷ ബിരുദത്തിൽ മുന്നോട്ട് വെക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് അഭിരുചിക്കനുസരിച്ച് പഠന വിഷയം തെരഞ്ഞെടുക്കാമെന്നതും കോഴ്സിന്റെ പ്രത്യേകതയാണ്. അതേസമയം പുതിയ പദ്ധതിക്കെതിരെ വിമർശനങ്ങളും മറുവശത്തുയരുന്നുണ്ട്. ചടങ്ങിൽ ഗവർണർക്ക് ക്ഷണമില്ല. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ചരിത്രപരമായ പരിഷ്കാരത്തിന് തുടക്കം കുറിക്കുമ്പോഴാണ് സർവകലാശാലകളുടെ ചാൻസലറായ ഗവർണറെ അവഗണിക്കുന്നതെന്നതാണ് വൈരുദ്ധ്യം. പരിപാടിയെക്കുറിച്ച് അറിവില്ലെന്നാണ് ഗവർണർ പറയുന്നത്. ഇതിനു പുറമെ വേണ്ടത്ര തയ്യാറെടുപ്പുകളില്ലാതെ തുടങ്ങുന്ന പദ്ധതി തിരിച്ചടിയാകുമെന്ന ആരോപണവുമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ബാർക്കോഴ കേസിലെ വ്യവസായി അനിമോന്റെ ബന്ധുവാണ് താനെന്ന് CPM സംസ്ഥാന സമിതി അംഗം K. അനിൽകുമാർ സമ്മതിച്ചതിൽ സന്തോഷമുണ്ടെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അനിമോനെ സ്ഥിരമായി വിളിക്കാറുണ്ട് എന്ന CPM ജില്ലാ സെക്രട്ടറിയുടെ വാദവും പ്രസക്തമാണ്. കോട്ടയത്ത് തിരുവഞ്ചൂരും അനിൽകുമാറും തമ്മിലുള്ള പോര് അത് തുടരുക തന്നെയാണ്.
എന്തായാലും ബാർക്കോഴ വിഷയത്തിൽ കോട്ടയത്തെ CPM സംസ്ഥാന സമിതി അംഗം K. അനിൽകുമാറും ഒപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തമ്മിലുള്ള ഒരു പോര് തുടരുന്ന കാഴ്ചയാണ് കണ്ടത്. കഴിഞ്ഞ ദിവസമാണ് കോട്ടയത്തെ വാർത്താ സമ്മേളനം നടത്തി ഈ ഏതെങ്കിലും ഒരു CPM സംസ്ഥാന സമിതി അംഗത്തിന്റെ ബന്ധു ആണ് അനിമോൻ എന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യമല്ല, അത് പ്രസക്തമല്ല അദ്ദേഹം എന്നത് ചൂണ്ടിക്കാണിച്ചത്. അതിന് മറുപടിയാണ് തിരുവഞ്ചൂർ പറയുന്നത്. ഒന്ന്, ഇതാദ്യമായി K. അനിൽകുമാറിന്റെ പേരെടുത്ത് പറഞ്ഞു തന്നെ അനിൽകുമാറിന് അനിമോനുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് തിരുവഞ്ചൂർ ചൂണ്ടിക്കാണിക്കുകയാണ്. അത് തന്നെയാണ് അനിൽകുമാർ ഫലത്തിൽ സമ്മതിക്കുകയും ചെയ്തത് എന്ന് തിരുവഞ്ചൂർ പറയുന്നു. അദ്ദേഹത്തിന്റെ അളിയൻ തന്നെയാണ് ഇപ്പൊ പ്രശ്നം. അതുകൊണ്ട് അളിയനാണെന്ന് ബോധ്യപ്പെട്ടവൻ പറയാ പണം പിരിച്ചതല്ല പ്രശ്നം, അതിന്റെ വാട്സപ്പ് മെസ്സേജ് പുറത്തു പോയതാ പ്രശ്നം. ഞാൻ ചോദിച്ചു അങ്ങനെയുണ്ടോ? മോഷ്ടിക്കുന്നതല്ല പ്രശ്നം, മോഷണം കണ്ടോണ്ടിരുന്നതാണ് പ്രശ്നം എന്ന് പറയുന്ന കാലമുണ്ടോ? അനിൽകുമാറിന്റെ അളിയനില്ലേ ഈ അനുമോൻ എന്റെ പെങ്ങളെ വിവാഹം കഴിച്ചത് ആരാന്ന് അദ്ദേഹത്തോട് അന്ന് ഇന്നലെ ചോദിച്ചാൽ മതിയായിരുന്നു. അദ്ദേഹം അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞതാ അങ്ങനെ ബന്ധമൊക്കെ ഒത്തിരി ഉണ്ടാവും, ബന്ധത്തിന്റെ ഒന്നും ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ബന്ധം സമ്മതിച്ചല്ലോ. ഞാൻ ചോദിക്കട്ടെ, ബന്ധം സമ്മതിച്ചല്ലോ. ആ ബന്ധുവല്ല ഇത് പിരിച്ചത്. ആ പിരിച്ചത് ആർക്ക് വേണ്ടിയാ? CPMന്റെ പേര് പറഞ്ഞ. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുന്ന മൂന്നാമതൊരാൾ എന്ത് തീരുമാനിക്കും? ഒപ്പം തന്നെ മകന് ഇതുമായി യാതൊരു ബന്ധവുമില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മുതുമുത്തച്ഛന്റെ ബാറാണിത്. അതിന്റെ പേരിലാണ് ഇതിലേക്ക് തന്റെ മകനെ വലിച്ച് ഇഴച്ചത്. ഇത് ശരിയായ രാഷ്ട്രീയമല്ലെന്നും തിരുവഞ്ചൂർ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. എന്തായാലും കോട്ടയത്തെ രാഷ്ട്രീയത്തിൽ ഇത് പ്രധാനപ്പെട്ട സംഭവമായി മാറുന്ന ഒന്ന് MLA ആണ്, മറ്റത് അപ്പുറത്ത് നിൽക്കുന്ന CPM സംസ്ഥാന സമിതി അംഗം കഴിഞ്ഞ തവണ തിരുവഞ്ചൂരിനെതിരെ മത്സരിച്ച ആളുകൂടിയാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ പോരു കൂടിയുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിൽ തിരുവഞ്ചൂരിന്റെ വസതിയിലേക്ക് CPM മാർച്ച് നടത്തിയതിന് പിന്നാലെയാണ് ഇതിൽ അനിൽകുമാറിന്റെ പങ്കുണ്ട്, അനിൽകുമാറിനെ ചോദ്യം ചെയ്യണം എന്നതൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് അനിൽകുമാറിന്റെ പേരെടുത്ത് പറയാതെ തിരുവഞ്ചൂർ അന്ന് രംഗത്ത് വന്നത്. എന്തായാലും ഇവർക്കിടയിലെ ഒരു രാഷ്ട്രീയം, അതൊരു നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കെ അത് കൂടുതൽ തീവ്രതയോടെ മുന്നോട്ട് പോകുന്നു എന്നത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. G. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്. എറണാകുളം കോതമംഗലം കീരമ്പാറയിൽ ജനവാസ മേഖലയിൽ ഭീതി വിതച്ച് കാട്ടാന. കൃഷിയും വളർത്തുമൃഗങ്ങളുടെ കൂടും കാട്ടാന നശിപ്പിച്ചു. അരമണിക്കൂറോളം തമ്പടിച്ച ശേഷമാണ് കാട്ടിലേക്ക് ഈ കാട്ടാന മടങ്ങിയത്. ഡാനി ഇപ്പോൾ ചേരുന്നു വിവരങ്ങളുമായി. ഡാനി, ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് VVR സൂചിപ്പിച്ചതേ ഉള്ളൂ, സഭയിൽ ഈ വന്യജീവി ആക്രമണം സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയിലേക്ക് വരേണ്ട സാഹചര്യമുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ കോതമംഗലം കീരമ്പാറയിൽ ജനവാസ മേഖലയിലേക്ക് കാട്ടാന എത്തുന്നു, വീടിന് സമീപത്താണ് ആന തമ്പടിച്ച് നിൽക്കുന്നത്. എങ്ങനെയാണ് അവിടെ ജനങ്ങൾ പറയുന്നത്? എന്താണ്, എന്തോരം നാശം സൃഷ്ടിച്ചിട്ടുണ്ട്? ഈ ആന പൂർണ്ണമായിട്ടും കാട്ടിലേക്ക് തിരികെ തന്നെ കയറിപ്പോയോ? ഡാനിക്ക് കേൾക്കാൻ കഴിയുന്നില്ലെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും കോതമംഗലത്ത് അവിടെ കീരമ്പാറയിലാണ് ഈ കാട്ടാന തമ്പടിച്ചത്. എറണാകുളം ജില്ലയിൽ അത് കോതമംഗലത്ത് കീരമ്പാറയിൽ ജനവാസ മേഖലയിൽ ഭീതി വിതച്ചാണ് കാട്ടാന എത്തിയത്. കൃഷിയും വളർത്തുമൃഗങ്ങളുടെ കൂടും കാട്ടാന നശിപ്പിച്ചു. അത് ഭീതി വിതയ്ക്കാനുള്ള സാഹചര്യം. അത് ഏതാണ്ട് അരമണിക്കൂറോളം ആ ജനവാസ മേഖലയിൽ തമ്പടിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് മടങ്ങിയത്. ഡാനി, CCTV ദൃശ്യങ്ങളാണ്.
എന്താണെങ്കിലും വീടിന് സമീപത്തുകൂടി മതിലിനോട് ചേർന്നാണ് കാട്ടാന പോകുന്നത്. അത് മാത്രമല്ല അവിടെ നാശനഷ്ടം വരുത്തുകയും ചെയ്തിട്ടുണ്ട് കാട്ടാന എന്നുള്ളതാണ്. ഡാനി, കാര്യമായിട്ടുള്ള നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ ഈ കാട്ടാന? ഇനി എങ്ങനെയാണ് തിരികെ കയറ്റിയത്? നാട്ടുകാരിറങ്ങിയാണോ അതോ സ്വയമേ തിരികെ മടങ്ങിയതാണോ വനത്തിലേക്ക്? ഫോൺ മാറി ഡാനിയുമായിട്ടുള്ള ടെലിഫോണിൽ ചെറിയ പ്രശ്നങ്ങൾ നേരിടുന്നു, അതാണ് അതിൻ്റെ കാര്യം. എന്താണെങ്കിലും ഡാനി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് നമ്മോടൊപ്പം തത്സമയം ചേരും. ഡാനിയിൽ നിന്നും മറ്റു വാർത്തകൾ കൂടി നമുക്ക് എടുക്കേണ്ടതുണ്ട്. എറണാകുളത്തോടെ എടവനക്കാടും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എറണാകുളത്ത് കടൽക്കയറ്റ രൂക്ഷമാണ്. ഡാനി വീണ്ടും ചേരുന്നുണ്ട്. ഡാനി, ഫോണിന് എന്തോ പ്രശ്നമായെന്ന് തോന്നുന്നു അല്ലേ? എന്താണെങ്കിലും ഈ കോതമംഗലത്ത് അവിടെ കീരമ്പാറയിൽ കാട്ടാന സ്ഥിരമായി പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരു മേഖല കൂടിയാണ്. ഒരുപാട് കാട്ടാനകൾ പലപ്പോഴായിട്ട് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഇന്നലെ എത്തിയ കാട്ടാന എങ്ങനെയാണ് വലിയ കാര്യമായിട്ടുള്ള നാശനഷ്ടമൊക്കെ ഉണ്ടാക്കിയോ? ജനങ്ങൾ അല്ലെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ എത്തിയാണോ തിരികെ കയറ്റിയത്, അതോ സ്വയമേ തിരികെ പോയതാണോ കാട്ടിലേക്ക്? എൽദോ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ മേഖലയിൽ വനമേഖലയിൽ സാരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കാട്ടാനകൾ. നമുക്ക് കുറച്ചറിയാം, കോതമംഗലം അതിൻ്റെ പരിസര പ്രദേശത്ത് കീരമ്പാറ തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെയും കൂടുതലും കൃഷി ആശ്രയിച്ച് നിൽക്കുന്നവരും അങ്ങനെയുള്ള കർഷകരും എല്ലാം തന്നെ ഇവർക്ക് വലിയ രീതിയിലുള്ള ഭീഷണി കാട്ടാനകൾ സൃഷ്ടിക്കുന്നുണ്ട്. സമാനമായ ഒരു സ്ഥിതി തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസവും ഉണ്ടായിരുന്നത്. കാട്ടാനകൾ അത് ചിലപ്പോൾ കൂട്ടത്തോടെ എത്തുക, ഒറ്റതിരിഞ്ഞെത്തുക, ഇതെല്ലാം തന്നെ നാട്ടുകാർക്ക് ഇപ്പോൾ അവരുടെ ഒരു കാഴ്ചശീലങ്ങളിലേക്ക് ഇത്തരം കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നതാണ്. പലപ്പോഴും വീട്ടുമുറ്റത്തൂടെ പോകുന്ന രീതിയിൽ കാട്ടാനകൾ കൂട്ടമായി മാർച്ച് പാസ് ചെയ്തു പോകുന്നത് പോലുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ CCTV ദൃശ്യങ്ങളടക്കം കാണുമ്പോൾ ഈ കാട്ടാനകൾ എത്തുന്നു. അത് വ്യാപകമായ രീതിയിൽ കൃഷിനാശങ്ങൾ പലയിടത്തും തന്നെ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു. നാട്ടുകാർ എന്താണ് ഇതിന് ചെയ്യുക എന്നുള്ളതാണ് ഫോറസ്റ്റ് ആൾക്കാരെ അറിയിക്കുന്നുണ്ട്. വനംവകുപ്പിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്. പക്ഷേ ഇതിനെ തുരത്തി ഓടിക്കുക അത്ര പെട്ടെന്ന്, നമുക്കറിയാം, അത്ര പെട്ടെന്ന് സാധ്യമാവുന്നൊരു കാര്യമല്ല. ആ രീതിയിലേക്കുള്ള പ്രയത്നങ്ങൾ വന്ന് അത് ഫലപ്രാപ്തിയിലേക്ക് വരുമ്പോഴും ഒരു ഏരിയ തന്നെ കാട്ടാനകൾ തീർത്തിട്ടുണ്ടാകും. കാരണം അത് ഒരു തോട്ടത്തിലൂടെ 2-3 തവണ ഓടിയാൽ മാത്രം മതി അതെല്ലാം തന്നെ നശിക്കാനായിട്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ശീലങ്ങളിലേക്കാണ് ഈ കോതമംഗലം വനമേഖലയോട് ചേർന്ന് കൃഷി നടത്തുന്നവരും താമസക്കാരും എല്ലാം തന്നെ അവരുടെ ഒരു അനുഭവങ്ങൾ പറയുന്നത്. ഈ ഒരു സ്ഥിതി തന്നെയായിരുന്നു ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിനെ തുരത്താനുള്ള ഒരു ശ്രമങ്ങളെല്ലാം തന്നെ ഏതാണ്ട് അത് പാതി വഴിയിലായിരിക്കുന്നു എന്നതാണ് ഒടുവിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആനകളെ തുരത്താൻ കഴിയുമെന്ന് തന്നെയാണ്. കാരണം പക്ഷെ അതിനു മുൻപ് ഈ കൃഷി എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ വിലയിരുത്തുകയാണ്. പലപ്പോഴും ഇത്തരം ഓണം എല്ലാം തന്നെ വരുന്നൊരു സമയത്തെ ആസ്പദമാക്കി നടത്തുന്ന കൃഷികൾ പലതുമുണ്ട്. പ്രത്യേകിച്ച് ഈ വാഴക്കൃഷി അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതെല്ലാം വളരെ പെട്ടെന്ന് അത് ആ തോട്ടത്തിലൂടെ ഇത് ആന സഞ്ചരിച്ചാൽ, കൂട്ടമായി സഞ്ചരിച്ചാൽ തന്നെ തീർന്നു പോകുന്നൊരവസ്ഥയിലേക്കാണ് ഉള്ളത്. അതുകൊണ്ട് വലിയ ഭീഷണിയിലേക്ക് അടക്കം കാര്യങ്ങൾ പോകുന്നു. ഒരുപക്ഷെ എൽദും നേരത്തെയും ഉള്ളൊരു ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു കാണും. അതിൽ വീടിന് മുന്നിലൂടെ എല്ലാം തന്നെ ഈ കാട്ടാനകൾ കൂട്ടത്തോടെ എല്ലാം നടന്നു പോകുന്നത്. കഴിഞ്ഞ ആഴ്ചയിലും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു അവിടുത്തെ ഒരു സ്ഥിതി ഉണ്ടായിരുന്നത്. ഇടയ്ക്ക് അവിടെയുള്ള ഈ ആൾമറയില്ലാത്ത കിണറുകൾ അല്ലെങ്കിൽ കിണറുകളോട് സമാനമായ വലിയ കുഴികൾ, കൃഷി ആവശ്യങ്ങൾക്ക് മറ്റുമെടുത്ത കുഴികൾ, ഇതിലെല്ലാം ഈ കാട്ടാന വീഴുന്നതും പിന്നെ അതിൽ നിന്ന് കരകയറ്റാനുള്ള പെടാപ്പാടും എല്ലാം തന്നെ നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഈ ഗ്രാമവാസികൾക്ക് പരിചിതമാവുന്നൊരവസ്ഥയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നതാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവങ്ങളും ഏതാണ്ട് ഇത് തന്നെയാണ്. ഇനി എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നെല്ലാമാണ് അറിയേണ്ടത്. എൽദോ, ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കോതമംഗലത്ത് നിന്നല്ല, അത് ഈ കാടിനോട് ചേർന്ന് നിൽക്കുന്ന പല മേഖലകളിലും ഇത്തരത്തിൽ പ്രശ്നമുണ്ട്. ഒരുപാട് പേര് ഈ വന്യജീവിയിൽ എത്തുന്നത് ആനയാവട്ടെ അല്ലെങ്കിൽ പുലിയാവട്ടെ
ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. കാട്ടുപന്നിയാവട്ടെ, കൃഷിയും വളർത്തുമൃഗങ്ങളെയൊക്കെ നശിപ്പിക്കുന്ന സാഹചര്യം. ഡാനിയിലേക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഡാനി തുടരുക. എറണാകുളത്ത് കടൽക്കയറ്റം രൂക്ഷമായിട്ടുള്ള എടവനക്കാട് അവിടെ താൽക്കാലിക പരിഹാര നടപടികൾക്കായി ജില്ലാ കളക്ടർ NSK ഉമേഷ് ഫിഷറീസ് മന്ത്രിയെ കാണുന്നുണ്ട്. നടപടിയുടെ ഭാഗമായി 330 മീറ്റർ നീളത്തിൽ ജിയോ ബാഗ് ഉപയോഗിച്ചുള്ള സംരക്ഷണ ഭിത്തി നിർമ്മാണം നടത്തും. ഇത് 15 ദിവസത്തിനകം പൂർത്തിയാക്കും. 40 ലക്ഷം രൂപ ചെലവിലാണ് താൽക്കാലിക സംരക്ഷണ ഭിത്തി. ഡാനി ഇപ്പോൾ തുടരുന്നു. ഡാനി, ഈ ജിയോ ബാഗ് ഉപയോഗിച്ചുള്ള സംരക്ഷണ ഭിത്തി താൽക്കാലികം, അതിൽ തൃപ്തരാകുമോ അവിടെ ആ സമരസമിതി? കാരണം അവരുടെ ആവശ്യം അതല്ലോ. ഒരിക്കലും തൃപ്തരല്ല. കാരണം ഈ താൽക്കാലിക സംവിധാനങ്ങൾ അതുമായി അങ്ങനെയുള്ളൊരു ആശയമായിട്ട് അവിടേക്ക് വരരുത് എന്ന് തന്നെ അവർ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. കാരണം അതല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, അതല്ല, സ്ഥിരമായ ഒരു സംവിധാനം ഇവിടെ വേണം. അതിൽ കടൽഭിത്തിയോ പുലിമുട്ടോ അതിൽ ടെട്രാപോഡ് സംവിധാനങ്ങളോ ഈ രീതിയിൽ ഏതെങ്കിലും അവിടെ അവലംബിച്ചേ മതിയാകൂ. അത് അവരുടെ കേവലം ഒരു ആവശ്യങ്ങളിലേക്ക് പെടുത്തരുത്. അവിടെ പോകുന്ന നമുക്ക് എല്ലാവർക്കും അത് ബോധ്യമാകും. അതല്ലാതെ മറ്റ് പോംവഴികൾ അവിടെ ഇല്ല എന്നതാണ്. അപ്പോൾ സർക്കാർ പറയുന്നത് വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ കഴിയുക, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു പ്രതിരോധം എന്ന രീതിയിലേക്ക് ഈ മൺസൂൺ അതിൻ്റെ ഒരു കടുപ്പത്തിൽ നിൽക്കുമ്പോൾ നൽകാൻ കഴിയുന്നത് ഈ ഒരു സംവിധാനമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ആദ്യം ചെയ്യുക. മറ്റു കാര്യങ്ങൾക്ക് ധാരാളമായി പണച്ചിലവ് വരുന്നതാണ്. അതിന് മന്ത്രിസഭയുടെ അനുവാദം വേണം. ക്യാബിനറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. തീരുമാനമെടുത്താലും അതിന് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കണം, അതിൻ്റെ വെണ്ടറെ കണ്ടെത്തണം. അത്തരം കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന കാലതാമസമുണ്ട്. അനുമതി കൊണ്ട് മാത്രം അവിടെ കടലിനെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരം താൽക്കാലിക സംവിധാനങ്ങൾ ഒരുക്കുന്നതോടൊപ്പം തന്നെ സ്ഥിരം സംവിധാനത്തിന് അതിൻ്റെ സാങ്കേതികത മറികടന്നുകൊണ്ട് ഭരണാനുമതി അടക്കം നേടിയെടുക്കുക എന്നതാണ് ജില്ലാ കളക്ടർ യോഗത്തിൽ അന്ന് പറഞ്ഞത്. ഏതാണ്ട് അതിന് ധാരണയാവുകയും ചെയ്തു. കാരണം അത് പ്രായോഗികമായി ആ രീതിയിൽ ചിന്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ അതിന് ഒരു കാലതാമസം അത്തരം കാര്യങ്ങൾക്കുണ്ടാകുമ്പോൾ ഇത് പൂർത്തിയാക്കുകയും വേണം. ഇത്തരം കാര്യങ്ങൾക്ക് അങ്ങനെയൊരു ഉറപ്പ് തങ്ങൾക്ക് വേണം. സ്ഥിരം സംവിധാനം വേണം. സർക്കാർ അതിന് അനുമതി നൽകണം. അതിനൊരു കോൺക്രീറ്റായ രീതിയിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ പോകണം. അതുവരെ സമരമുണ്ടാകരുത് എന്ന് ജില്ലാ കളക്ടർ അടക്കം അഭ്യർത്ഥിച്ചിരുന്നു. കാരണം ഒരു സംസ്ഥാന പാത കൂടിയാണത് കടന്നു പോകുന്നത്. കഴിഞ്ഞ തവണ ഉപരോധമുണ്ടായപ്പോൾ ഒരു ദിവസത്തോളം നീണ്ടുനിന്ന ഉപരോധത്തിൽ അതുവഴി പോയ മുഴുവൻ ദ്വീപ് നിവാസി വൈപ്പിൻകരക്കാർ മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന അതിലെ കടന്നുപോയ മുഴുവൻ പേർക്ക് അതിൻ്റെ ദുരിതം അനുഭവിക്കേണ്ടിയും വന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകരുത്, ഒരു ക്രമസമാധാന വിഷയങ്ങളിലേക്ക് പോകരുതെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ജൂലൈ 4 വരെ അത്തരം പ്രത്യക്ഷ സമര പരിപാടികളിൽ നിന്ന്, അതായത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് ഇത്തരമൊരു ശ്രദ്ധ ക്ഷണിക്കൽ സമര പരിപാടികളിൽ നിന്ന് പിൻവലിയാനും തീരുമാനിച്ചിരുന്നു. ഏതായാലും ഇന്ന് ചർച്ചകളുടെ ഒരു ആദ്യപടി എന്ന രീതിയിലാണ് ഫിഷറീസ് വകുപ്പ് മന്ത്രിയുമായിട്ട് ജില്ലാ കളക്ടർ ഇത്തരം കാര്യങ്ങൾ, അവിടെ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ജനങ്ങൾക്ക് നിലവിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, തകർന്ന വീടുകൾ, അതിൻ്റെ എണ്ണം കൂടുകയാണ് ഓരോ മഴക്കാലത്തും. അത്തരം കാര്യങ്ങൾ അദ്ദേഹം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇത് ഉടൻ നടപടിയിലേക്ക് നീങ്ങാനുള്ള ആദ്യഘട്ട ഒരു ചർച്ചയാണ്. അതിനുശേഷം അത് മന്ത്രിസഭാ യോഗമടക്കം വിലയിരുത്തേണ്ടതുണ്ട്. ഒപ്പം ഇന്നലെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ രാത്രി പന്തം കൊളുത്തി പ്രകടനം നടന്നിരുന്നു. ഇന്ന് CPM-ന്റെ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം അവിടെ വഴിയോരത്ത് വില്ലേജ് ഓഫീസിന് മുന്നിലേക്ക് അവിടെ നടക്കുന്നുണ്ട്. ഇത്തരം സമരപരിപാടികൾ അടക്കമുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് അടക്കം കാര്യങ്ങൾ പോകരുത് ഇപ്പോഴെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിലുള്ളൊരു സമരത്തിലേക്ക് പോയിരിക്കുന്നത്. പക്ഷേ ജൂലൈ 4-ന് ശേഷം അവിടെ ഉള്ള സമരപരിപാടികളുടെ തീക്ഷ്ണത കൂടുമെന്ന് സംയുക്ത സമരസമിതി അറിയിച്ചിട്ടുണ്ട്. കാരണം ഇത് തങ്ങൾക്ക് ഇവിടെ കടലോരത്ത് താമസിക്കാനുള്ള തങ്ങളുടെ അവകാശം അത് പൂർണ്ണമായും ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് ഈ കടൽക്ഷോഭം അടക്കമുള്ള കാര്യങ്ങളിൽ, പ്രകൃതിക്ഷോഭമാണെങ്കിൽ കൂടിയും അത് ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് തടയിടാനുള്ള നടപടികൾ വേണമെന്ന് അവർ പറയുകയും ചെയ്യുന്നു. ചെല്ലാനം മോഡലിൽ ടെട്രാപോഡ് സംവിധാനങ്ങൾ നടപ്പാക്കണമെന്നാണ് അതിൻ്റെ ഒരു ഏറ്റവും കൂടുതലായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം. പക്ഷെ അതിന് ഭരണാനുമതി അടക്കമുള്ള കാര്യങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട്. അതിനുള്ളൊരു ആദ്യ പ്രവർത്തനം തന്നെയാണ് ഇന്ന് നടക്കുന്ന ഒരു ചർച്ചയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഡാനി, ഒരു കാര്യം കൂടി, ഒരു സംശയം. അതായത് ഈ ചെല്ലാനം മോഡൽ ടെട്രാപോഡ് അത് വലിയ തോതിൽ ചർച്ച ചെയ്താണ്. ചെല്ലാനം അതിരൂക്ഷമായിട്ടുള്ള കടലാക്രമണം നേരിട്ട ഒരു മേഖലയാണ്. അപ്പോൾ അത് ഇത്രമാത്രം വിജയകരമായി നടപ്പാക്കി അത് എത്ര സമയം കൊണ്ടാണ് അത് പൂർണ്ണമായി നടപ്പാക്കാനാണ് കഴിഞ്ഞത്?
ഇനി ഒരു കാര്യം കൂടി, ഈ സമരസമിതി ഇപ്പോൾ അന്ന് കളക്ടറുമായി സംസാരിച്ചപ്പോൾ അത് പഞ്ചായത്ത് പ്രസിഡന്റാണെന്ന് തോന്നുന്നു അന്ന് ബൈറ്റ് തന്നത്, നവമിയാണെന്ന് പോയത്. അപ്പോൾ അവരുൾപ്പെടെ സൂചിപ്പിച്ചത് ഈ കളക്ടർക്ക് അതിലൊരു ഒരു കൃത്യമായിട്ടുള്ള തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല, മന്ത്രിയുമായി ചർച്ച ചെയ്യാതെ. അപ്പോൾ അതുകൊണ്ടാണോ ഈ ഇത്രയും സാവകാശം നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? തീർച്ചയായും. കാരണം അത് മന്ത്രിസഭാ യോഗമടക്കം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. കാരണം എന്തോ ചോദിച്ച ആദ്യ ചോദ്യം ഈ ചെല്ലാനത്തെ ടെട്രാപോഡ് സംവിധാനങ്ങളെ കുറിച്ചാണ്. ചെല്ലാനത്തെ ടെട്രാപോഡിൻ്റെ ഒരു ഇതുവരെ നടപ്പാക്കിയ ഒരു ചെലവ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 250 കോടിയോളം രൂപയുടെ ഒരു പദ്ധതിയാണ് അവിടെ ആദ്യഘട്ടപരമായിട്ട് നടപ്പാക്കിയത്. ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റി ആയിരുന്നു അതിൻ്റെ ഒരു നിർമ്മാണ ചുമതല അടക്കം പോകുന്നത്. അത് കൃത്യമായ രീതിയിൽ തന്നെ അത് പണി പൂർത്തിയാക്കുകയും കുറ്റമറ്റ രീതിയിൽ അത് തീർക്കുകയും ചെയ്തു. നമ്മൾ തന്നെ അതിൻ്റെ ഒരു പ്രത്യേക പരിപാടിയെല്ലാം തന്നെ അവതരിപ്പിച്ചതാണ്. കാരണം ആ രീതിയിൽ ഇപ്പോൾ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന രീതിയിലേക്ക്, കടലിൻ്റെ ഒരു സൗന്ദര്യം പൂർണ്ണമായി ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അത് മാറ്റിയെടുക്കുക എന്നതുകൂടി അതിനൊപ്പം തന്നെ നടക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും ഒരു മേഖലയിൽ കണ്ണുനീർ ബാക്കിയാകുന്നുണ്ട്. അത് കണ്ണമാലിയാണ്. കണ്ണമാലിയുടെ ദുരിതങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. കണ്ണമാലിയിൽ ബാക്കി അതിൻ്റെ ടെട്രാപോഡ് അത് പൂർണ്ണമായും ആ തീരമേഖലയിൽ ഏതാണ്ട് 6 കിലോമീറ്ററോളം വരുന്ന തീരമേഖലയിൽ പൂർണ്ണമായും നടപ്പാക്കണം. അല്ലെങ്കിൽ കണ്ണമാലി ഇതേ പ്രശ്നം, ചെല്ലാനത്ത് നിന്ന് ചെല്ലാനംകാരുടെ കണ്ണുനീർ തുടയ്ക്കുമ്പോൾ അപ്പുറത്തെ കണ്ണമാലിക്കാരെ കാണുന്നില്ലേ എന്ന് ചോദിച്ച് അവരും സമരരംഗത്ത് വന്നിട്ടുണ്ട്. അവിടെയും പൂർണ്ണമായും നടപ്പാക്കാനാണ് പദ്ധതി വിഭാവനം ചെയ്തത്. പക്ഷേ അതിനുശേഷം പിന്നീട് ഒരു ഉണർവുണ്ടായിട്ടില്ല. ഇതിന് എന്ത് സംഭവിക്കുമെന്നത് അവിടെ യാതൊരു രീതിയിലൊരു പ്രവർത്തനവും പിന്നീട് അത് സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല എന്നതും ദുഃഖകരമായ ഒരു കാര്യമാണ്. കാരണം അതിന് ചെല്ലാനത്തിന് ശേഷം അവിടെ ഒരു തുടർച്ച കണ്ടുകൊണ്ട് തന്നെയായിരുന്നു ടെട്രാപോഡ് വിഭാവനം ചെയ്തത്. പക്ഷേ ചെല്ലാനത്തത് താൽക്കാലികമായി ഇപ്പോൾ അവസാനിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. എന്തായാലും ആ രീതിയിൽ തന്നെ ഒരു സുരക്ഷ ഒരുക്കാനായിട്ട് ഇവിടെ വൈപ്പിൻ മേഖലയിൽ കഴിയുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ടെട്രാപോഡാണോ അതോ കടൽഭിത്തിയാണോ അല്ലെങ്കിൽ ആ പുലിമുട്ടുകളുടെ ഒരു നിർമ്മാണമാണോ, എന്താണ് പെട്ടെന്ന് പ്രാവർത്തികമാക്കാൻ കഴിയുക എന്നതാണ്. കാരണം അവിടുത്തെ വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ആ രീതിയിൽ അവിടെ ഇടപെടലുകൾ ഉണ്ടാകണം. കാരണം താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞ ജനങ്ങൾക്ക് മതിയായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ കടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങിയത്. ഓക്കെ, ഡാനിയാണ് വിവരങ്ങൾ വിശദമായി നൽകിയത് കൊച്ചിയിൽ നിന്ന്. ഇനി പാലക്കാട് പന്ന്യങ്കരയിലെ ടോൾ പ്ലാസയിലെ ആ പിരിവ്, അത് അവിടെ പ്രതിഷേധം ഉയരുകയാണ്. പ്രദേശവാസികളിൽ നിന്ന് തന്നെ ടോൾ പിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. കിഴക്കഞ്ചേരി, കണ്ണമ്പ്ര, പുതുക്കോട്, പാണഞ്ചേരി പഞ്ചായത്തുകളിൽ നിന്നുള്ളവർക്ക് അനുവദിച്ചിരുന്ന സൗജന്യ യാത്ര അതാണ് കരാർ കമ്പനി റദ്ദാക്കിയത്. ഇന്ന് വിവിധ സംഘടനകളുടെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കും. ഇന്നലെ ഡിവൈഎഫ്ഐ ടോൾ പ്ലാസയിലേക്ക് പ്രകടനം നടത്തിയിരുന്നു. വിനേഷ് കുമാർ ചേരുന്നുണ്ട്. വിനേഷ്, ഈ ടോൾ പ്ലാസയ്ക്കെതിരായിട്ടുള്ള പ്രതിഷേധം അത് അതിരൂക്ഷമാകുന്ന സാഹചര്യമാണ്. ഇന്നിപ്പോൾ സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ ഇത്തരത്തിൽ ഈ പിരിവ് നൽകേണ്ട സാഹചര്യത്തിലേക്ക് എത്തുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ പ്രതിഷേധം ഉണ്ടാവുക? അവിടെ നാട്ടുകാരെങ്ങനെയാണ് പ്രതികരിക്കുന്നത്? എൽദോ, ഈ പന്ന്യങ്കര ടോൾ സ്റ്റേഷന്റെ പരിസരത്തുള്ള പ്രദേശവാസികളെ ഇതിൽ നിന്ന് നേരത്തെ ഒഴിവാക്കിയതാണ്. അവർക്ക് കൂടി ടോൾ ഈടാക്കാനാണ് തീരുമാനം. അത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് ടോൾ കമ്പനി പറയുന്നത്. പക്ഷേ അത് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രദേശവാസികളും ഇവിടുത്തെ ആക്ഷൻ സമിതി എല്ലാം സമരരംഗത്ത് സജീവമാണ്. കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐയും അതുപോലെ CPM ഉൾപ്പെടെ സമരം നടത്തിയിരുന്നു. ടോൾ പ്ലാസയിലേക്ക് മാർച്ച് ഉൾപ്പെടെ നടത്തിയതാണ്. അതിന്റെ തൊട്ടു ദിവസങ്ങളിലെല്ലാം തന്നെ ഇവിടെ പലപ്പോഴായി പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഇതിൽ ഈ പ്രതിഷേധം ശക്തമായതോടുകൂടി സ്കൂൾ വാഹനങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കാം, സ്കൂൾ വാഹനങ്ങൾക്ക് ടോളിൽ നിന്ന് ഒഴിവാക്കാം എന്ന് കരാർ കമ്പനി പറഞ്ഞിട്ടുണ്ട്. ആ പരിസരത്തുള്ള, അതായത് ഈ വടക്കഞ്ചേരി കിഴക്കഞ്ചേരി ഭാഗത്തുള്ള അതിന്റെ ചുറ്റുഭാഗത്തുള്ള സ്കൂളുകളിലെ വാഹനങ്ങൾ, വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കാമെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ടോൾ അധികൃതർ. പക്ഷേ ആ പ്രദേശവാസികളെ ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും ടോൾ സ്റ്റേഷന് മുമ്പിൽ ഇന്നും പ്രതിഷേധം ഉണ്ടാവും. ഇന്ന് ഏതെങ്കിലും തരത്തിൽ തുക ഈടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ടോൾ പിരിക്കുകയാണ്, പ്രദേശവാസികളിൽ നിന്ന് പിരിക്കുകയാണെങ്കിൽ കൃത്യമായി തന്നെ അത് തടയും എന്ന് തന്നെയാണ് ഇവിടുത്തെ ആക്ഷൻ കമ്മിറ്റി പ്രസിഡന്റ് ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരു സംഘർഷ സാധ്യത ഉണ്ടാവും. കാരണം പാലക്കാട് തൃശ്ശൂർ ദേശീയപാതയിലാണ് ഈ ടോൾ സ്റ്റേഷൻ നിലനിൽക്കുന്നത്. കാരണം ഇതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാട്ടുകാർ തന്നെ പലപ്പോഴും
അത് അനധികൃതമാണ്. കാരണം 60 കിലോമീറ്ററിലെങ്കിലും ദൂരമുള്ള സ്ഥലത്തെ ടോൾ സ്റ്റേഷൻ പാടുള്ളൂ എന്നുള്ള കേന്ദ്ര നിർദ്ദേശം മറികടന്നുകൊണ്ട് ഈ 40 കിലോമീറ്റർ 42 കിലോമീറ്റർ മാത്രം വ്യത്യാസത്തിലാണ് ഇത്തരത്തിൽ ടോൾ സ്റ്റേഷൻ സ്ഥാപിച്ചിട്ടുള്ളത് എന്നുള്ള ആരോപണമെല്ലാം ശക്തമാണ്. ഇതിനിടയിൽ ഇവിടെ നിരവധി സംഘർഷങ്ങളും നടന്നിട്ടുണ്ട്. കാരണം പലപ്പോഴും ഈ ടോൾ പിരിക്കുന്ന ആളുകൾ ജനങ്ങളുമായി അല്ലെങ്കിൽ അവിടുത്തെ വാഹന ഉടമകളുമായി നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇതെല്ലാം ഉണ്ട്. എന്തായാലും പ്രദേശവാസികൾ ശക്തമായി തന്നെ ഇതിനെ പ്രതിരോധിക്കും. ഒരു കാരണവശാലും പണം ടോൾ നൽകിക്കൊണ്ട് അതുവഴി കടക്കില്ല, ടോൾ നൽകാതെ തന്നെ പോവും എന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്തായാലും 9 മണിയോടുകൂടിയാണ് ഇപ്പൊ സ്കൂൾ വാഹനങ്ങളെ കടത്തിവിടും എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ അതിനൊരു പ്രശ്നം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല. കാരണം 8 മണിക്ക് ശേഷം സ്കൂൾ വാഹനങ്ങളെല്ലാം തന്നെ അതുവഴി പോകും. പക്ഷെ പ്രദേശവാസികൾ അതുവഴി പോകുന്നത് തടയുകയാണെങ്കിൽ ഒരു 9 മണിക്ക് ശേഷം അത് സംഘടിച്ച ആളുകൾ എത്തി അത് പ്രദേശവാസികളിൽ നിന്ന് ടോൾ ഈടാക്കുകയാണെങ്കിൽ തടയും എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ. ഓക്കെ, വീണ്ടും അവിടെ പ്രതിഷേധം അത് ശക്തമാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അവിടെ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള നീക്കമാണ് അത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് എത്തിച്ചത്. കോട്ടയത്തെ ആകാശപാത പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരത്തിനൊരുങ്ങി കോൺഗ്രസ്. ജൂലൈ 6 തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തും. കോട്ടയത്തെ ജനങ്ങളെ അപമാനിക്കുകയാണ് പദ്ധതി അട്ടിമറിക്കുന്നതിലൂടെ സർക്കാർ ചെയ്തതെന്ന് തിരുവഞ്ചൂർ ആരോപിച്ചു. എന്തായാലും ആകാശപാതയെ സംബന്ധിച്ച് പുതിയ തർക്കങ്ങളിലേക്കും സമരങ്ങളിലേക്കും പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ജൂലൈ 6 കോട്ടയത്ത് ആകാശപാതയ്ക്ക് സമീപം ഉപവാസ സമരം സംഘടിപ്പിക്കാനാണ് തീരുമാനം. MLA-യുടെ നേതൃത്വത്തിൽ ഉപവാസമിരിക്കും. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഈ ഉപവാസ സമരം ഉണ്ടാകും. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്യുന്നത്. അതായത് ആകാശപാതയെ സംബന്ധിച്ച് അത് കോട്ടയത്തെ ജനങ്ങളെ അപമാനിക്കുകയാണ് KB ഗണേഷ് കുമാർ ചെയ്തത്. ഇത് ബിനാലെ കോട്ടയത്തേക്ക് എത്തിയതാണ് എന്ന പരാമർശം ചൂണ്ടിക്കാട്ടിയായിരുന്നു തിരുവഞ്ചൂരിന്റെ വിമർശനം. ഒരു നിർമ്മാണ പ്രവർത്തനം ഒരു ഗവൺമെന്റ് നടത്തിയാൽ ആ ഗവൺമെന്റിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്വം എന്താ? അത് പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അത് പൂർത്തിയാക്കുന്നതിന് പകരം തടസ്സങ്ങൾ പറയുന്ന എന്തിനാ? ഇത്രയും വാചാലമായി സംസാരിച്ച മന്ത്രി, എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമൊക്കെയാണ്. പക്ഷെ അദ്ദേഹം കോട്ടയത്ത് വന്ന് ഇതൊന്ന് കാണുക പോലും ചെയ്തിട്ടില്ല. അദ്ദേഹം ബിനാലെയാണ് എന്നാ പറഞ്ഞത്. ബിനാലെ അവിടെ കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നതാണ് എന്നൊരു തോന്നല. ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെ പറയാമോ? ഒരു സമൂഹത്തെ അങ്ങനെ ആക്ഷേപിക്കാമോ? നമ്മളാരും ബുദ്ധിയില്ലാത്ത ആളുകളാണോ? കോട്ടയത്തുള്ള ആളുകൾ അഭിമാനബോധം ഇല്ലാത്ത ആളുകളാണോ? ബിനാലയുടെ പ്രതിഭ വെക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പുള്ളി ധരിച്ചു എന്ന് ഞാൻ ചോദിച്ചത് ശരിയാണോ? സംസ്ഥാനത്തൊരു മന്ത്രിയല്ലേ, സ്വാഭാവികമായിട്ടും മന്ത്രി അതിനൊത്ത രൂപത്തിൽ ഉയർന്നു വേണ്ടേ ഒരു മറുപടി നിയമസഭയിൽ പറയാൻ. എന്തായാലും സങ്കുചിത ചിന്തയാണ് CPM-ന് ഇക്കാര്യത്തിലുള്ളത്. അതുകൊണ്ടാണ് ഈ പദ്ധതി മുടക്കുന്നത് എന്ന് തിരുവഞ്ചൂർ ചൂണ്ടിക്കാണിക്കുകയാണ്. ഒപ്പം തന്നെ കോടിമതയിലെ 2ാം പാലം അതും വർഷങ്ങളായി പണി തുടരാനാകാതെ കിടക്കുന്നു. കേവലം ആകാശപാതയോട് മാത്രമല്ല, ഇത്തരം പദ്ധതികളോടൊക്കെ ഇടത് സർക്കാരിന് അത് തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം കോട്ടയത്തെ ജനങ്ങളാകെ ഈ സർക്കാർ നിലപാടിനെതിരെ രംഗത്ത് വരുന്നു എന്നുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തിരുവഞ്ചൂർ വിമർശനം ഉന്നയിക്കുന്നത്. എന്തായാലും കോട്ടയത്ത് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയ CPM ജില്ലാ ഘടകം ഇതിന് സ്ഥലം ഏറ്റെടുക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഫലത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിന്റെ ഇക്കാര്യത്തിൽ സ്ഥലം ഏറ്റെടുക്കണമെന്ന കാര്യത്തിൽ തിരുവഞ്ചൂർ മറുപടി പറയണം എന്നതുൾപ്പെടെ ഏതാണ്ട് 10ഓളം ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഭൂമി ഏറ്റെടുക്കേണ്ട കാര്യം ഇതിനില്ല, നടപ്പാതയിൽ തന്നെയാണ് ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നത് എന്ന് ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം അതിനും മറുപടി പറയുന്നുണ്ട്. എന്തായാലും വലിയ വാദപ്രതിവാദമായി കോട്ടയം രാഷ്ട്രീയത്തിൽ ഈ ആകാശപാത വീണ്ടും ഉയർന്നു വരികയാണ്. ശ്രീജിത്ത് കോട്ടയത്ത് നിന്ന്. മന്ത്രി സജി ചെറിയാൻ മാപ്പ് പറയണമെന്ന് KSU. ഭരണഘടനയെ അപമാനിച്ച മന്ത്രി 10ാം ക്ലാസ്സിൽ വിജയിച്ച വിദ്യാർത്ഥികളുടെ നിലവാരം അളക്കാൻ പാടുപെടേണ്ട. 10ാം ക്ലാസ് വിജയിച്ച വിദ്യാർത്ഥികളെ പെരുവഴിയിൽ നിർത്താതെ ആദ്യം തുടർ പഠനത്തിന് ആവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നതിന് സർക്കാർ ശ്രദ്ധ നൽകണമെന്നും അലോഷ്യസ് സേവ്യർ പറഞ്ഞു. കൂടുതൽ വാർത്തകളിലേക്ക് മടങ്ങിയെത്തണം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അപേക്ഷിക്കാൻ പോലും അർഹതയില്ല എന്നാണ്
കോടതി നേരത്തെ വ്യക്തമാക്കിയത്. അതായത് 20 വർഷത്തേക്കുള്ള തടവ് ശിക്ഷ ഇല്ലാതാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം. ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കെ തന്നെയാണ് ജയിൽ സൂപ്രണ്ടിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു ഉത്തരവിറങ്ങുകയും പിന്നീട് ഉത്തരവ് നിയമാനുസൃതമല്ല അല്ലെങ്കിൽ സർക്കാർ നിലപാടല്ല എന്ന് വ്യക്തമാക്കിയ ശേഷവും ഇതുമായി ബന്ധപ്പെട്ട് കെ രമയുടെ മൊഴിയെടുക്കുകയും ചെയ്തത്. സാധാരണഗതിയിൽ ശിക്ഷാ ഇളവ് നൽകാനായി ഒരു തീരുമാനമെടുത്താൽ ആ ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ അല്ലെങ്കിൽ ജയിലിലെ നല്ല നടപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കും. പിന്നീട് ശിക്ഷാ ഇളവ് ലഭിക്കുന്ന ആളുകളുടെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ആശയവിനിമയം നടത്തും. ഒപ്പം ഈ കുറ്റകൃത്യത്തിന് ഇരയായവരുടെ ബന്ധുക്കളുമായും പോലീസ് അന്വേഷണം നടത്തും. ഇത്തരം അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് കെ രമയോടുള്ള അന്വേഷണം നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇത് സർക്കാർ നിലപാട് അല്ല എന്നാണ് ആവർത്തിച്ച് സർക്കാർ വ്യക്തമാക്കുന്നതും ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ ശിക്ഷാ കാലാവധി കഴിയും മുമ്പ് ജയിലിൽ നിന്ന് മോചിപ്പിക്കുക സർക്കാർ നയമല്ല എന്നാണ് പറയുന്നത്. നേരത്തെ ആസാദിക്കുക ഈ അമൃത മഹോത്സവ് പദ്ധതിയുടെ ഭാഗമായി ഈ നിശ്ചിത കാലയളവ് ജയിലിൽ ശിക്ഷ അനുഭവിച്ചവരെ മോചിപ്പിക്കുന്നതിനുള്ള ഒരു നടപടിക്രമം കൈക്കൊണ്ടിരുന്നു. ഇതിൻ്റെ ഭാഗമായാണ് ഈ 4 പ്രതികളുടെ പേരും പട്ടികയിൽ ഉൾപ്പെട്ടതെന്നാണ് ജയിൽ സൂപ്രണ്ട് വിശദീകരണം നൽകിയിരുന്നത്. മറ്റ് രാഷ്ട്രീയ ഇടപെടലുകൾ ഇല്ല എന്ന് CPM പറയുന്നു. പിന്നാലെയാണ് ഇത്തരം ഒരു ഉത്തരവ് വിവാദമാകുകയും സർക്കാരിൻ്റെ നിലപാടല്ല ഇത്, ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു ഔദ്യോഗിക നടപടിക്രമമല്ല ഇത്തരം ഒരു ഉത്തരവ് ഇറങ്ങിയെന്ന് പറയുകയും ചെയ്തു. ഇതേ തുടർന്നുമാണ് കെ രമയ്ക്ക് ഇത്തരത്തിൽ പോലീസ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി കെ രമയുടെ മൊഴിയെടുക്കുകയും ചെയ്ത് അത്തരത്തിൽ അതായത് ഒരു വശത്ത് ഇത് സർക്കാർ നയമല്ല ആഭ്യന്തര വകുപ്പിൻ്റെ നീക്കമല്ല എന്ന് ആവർത്തിക്കപ്പെടുമ്പോഴും ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള 2 സംവിധാനം ഉറപ്പുള്ളത്. വീണ്ടും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. നമ്മളിനി പോകുന്നത് ഈ ഉത്തരേന്ത്യയിലെ മഴ, അത് പല ഭാഗങ്ങളിലും വലിയ പ്രശ്നമുണ്ടായിരുന്നു. രാജ്യത്തെ പല ഭാഗങ്ങളിലും മഴക്കെടുതി അതിരൂക്ഷമാവുകയാണ്. മഹാരാഷ്ട്രയിലെ ലോണാവാലയിൽ ആളുകൾ നോക്കി നിൽക്കെ ഒരു കുടുംബത്തിലെ 3 പേര് ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. 2 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. രാജേഷ് എഴുതുന്നുണ്ട്. രാജേഷ്, അത്
ഭീകരമായിട്ടുള്ള ദൃശ്യമാണ്, ഞെട്ടിക്കുന്ന ദൃശ്യമാണ്. അത് 9 പേരോളം കാണുന്നുണ്ടല്ലോ രാകേഷ് ആ ദൃശ്യങ്ങളിൽ. അതിൽ 3 പേരാണോ മരണം സംഭവിച്ചത്? ബാക്കിയുള്ളവരുടെ സാഹചര്യം എന്താണ്? എന്തോ ഏറെ വേദനയുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ ലോണാവാലയിലാണ് ഈ അപകടം നടന്നത്. അതായത് ഇന്നലെ ഏതാണ്ട് ഉച്ചയ്ക്ക് 1:30 കൂടിയാണ് ഈ അപകടം നടക്കുന്നത്. ലോണാവാല എന്ന് പറയുന്നത് പൂനെയ്ക്ക് അടുത്തുള്ള സ്ഥലമാണ്, പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ മഴക്കാലമായതോടെ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ എത്തിയതാണ് ഈ സംഘം. അതായത് ഇവർ സയ്യദ് നഗർ, പൂനെയിലെ സയ്യദ് നഗർ എന്നുള്ള സംഘമാണ്. ഏതാണ്ട് 17 പേരാണ് ഈ സംഘത്തിലുണ്ടായിരുന്നത്. ഇതിൽ ഈ അപകടം നടക്കുമ്പോൾ 9 പേരാണ് ഈ വെള്ളത്തിൽ ഇറങ്ങിയിരുന്നത്. ഇവർ വെള്ളത്തിൽ ഇറങ്ങുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഒഴുക്കൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ പെട്ടെന്ന് ഒഴുക്ക് വർദ്ധിക്കുകയായിരുന്നു. ഇതാണ് ഈ അപകടം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം 9 പേർ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത്, ഒഴുക്ക് ശക്തമായപ്പോൾ ചേർന്ന് നിൽക്കുന്നത് നമുക്ക് കാണാം. അതിൽ ഒഴുക്കിൽപ്പെട്ടത് 5 പേരാണ്. ഈ 5 പേരിൽ 4 പേർ കുട്ടികളാണ്. ബാക്കി 4 പേർ രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് 3 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതായത് 36 വയസ്സുള്ള ഷഹിസ്ത ലിഖായത്ത് അൻസാരി, ഒപ്പം തന്നെ 13ഉം 8ഉം വയസ്സുള്ള 2 കുട്ടികളുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2 പേരെ കൂടി കണ്ടെത്താനുണ്ട്. 9 വയസ്സുള്ളയും 4 വയസ്സുള്ള 2 കുട്ടികളെ കൂടിയാണ് ഇപ്പോൾ കണ്ടെത്താനുള്ളത്. ബാക്കി ഈ ഒപ്പമുണ്ടായിരുന്ന ഈ വെള്ളത്തിലിറങ്ങിയ 4 പേരെ രക്ഷപ്പെടുത്തി എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും അവിടെ നിരവധി ആളുകളുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടാണ്. പക്ഷേ ശക്തമായ ഒഴുക്ക്, വെള്ളം കുത്തിയൊലിച്ച് വരുന്നതുകൊണ്ട് തന്നെ ഇവർക്കാർക്കും രക്ഷാപ്രവർത്തനം ഇറങ്ങാൻ സാധിച്ചില്ല. നോക്കി നിൽക്കാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ആളുകൾ അലമുറയിട്ട് കരയുന്നതൊക്കെ തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കും. അത്രമേൽ ദാരുണമായ സംഭവമാണ് ഇപ്പോൾ ഏതായാലും മഹാരാഷ്ട്രയിലെ ലോണാവാലയിൽ ഉണ്ടായിരിക്കുന്നത്. എന്തോ അങ്ങേറ്റം ദാരുണമാണ്, ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ലോണാവാലയിൽ നിന്ന് വരുന്നത്. രാകേഷ്, ഇങ്ങനെ ഈ വെള്ളത്തിലേക്ക് അങ്ങനെ ഇറങ്ങാനുള്ള അനുമതിയൊക്കെയുള്ള സ്ഥലമാണോ എന്ന് അറിയാമോ? പ്രത്യേകിച്ചും പെട്ടെന്ന് ഇത്തരത്തിൽ ഈ മലവെള്ളപ്പാച്ചിൽ പോലെ ഒഴുക്ക് കൂടുന്ന സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായും നിയന്ത്രണങ്ങൾ ഉണ്ടാവേണ്ടതല്ലേ? ഈ വിനോദസഞ്ചാരത്തിലെത്തിയവരാണെന്ന് തോന്നുന്നുണ്ടാണല്ലോ. എന്തോ ഇതൊരു ഹിൽ സ്റ്റേഷനാണ്, പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടാണ്. പക്ഷേ ഇതിന് ഈ വെള്ളത്തിൽ ഇറങ്ങാൻ, ഈ കുടുംബം വെള്ളത്തിൽ ഇറങ്ങാനുള്ളൊരു കാരണം ഈ വെള്ളത്തിൽ ഇറങ്ങുന്ന സമയത്ത് വലിയ ഒഴുക്കൊന്നും തന്നെ ആ വെള്ളച്ചാട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അത് വിശ്വസിച്ചുകൊണ്ടാണ് അവർ വെള്ളത്തിൽ ഇറങ്ങാൻ കഴിഞ്ഞത്, ആ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയത്. പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശക്തമായ മഴ പെയ്യുന്നുണ്ട് ഈ പ്രദേശത്ത്. മഹാരാഷ്ട്രയിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ലോണാവാല പ്രദേശത്ത് വലിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് പൊടുന്നനെ ഈ ഒഴുക്ക് വർദ്ധിക്കുകയായിരുന്നു. ഇതാണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പറയുന്നത്. പക്ഷേ പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയത് ഇത്തരം ആളുകൾ റിസ്ക് എടുക്കരുത്, ആളുകൾ ഇത്തരത്തിൽ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങരുതെന്ന നിർദ്ദേശമൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഏതായാലും ഈ അപകടം സംഭവിച്ചിരിക്കുന്നു. ഏതായാലും അതിദാരുണമായ സംഭവം എന്ന് തന്നെ പറയാം. മറ്റ് 2 കുട്ടികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്തോ ഇത് മഹാരാഷ്ട്രയിൽ ലോണാവാലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഈ ഉത്തരേന്ത്യയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി വലിയ മഴക്കെടുതി ഉണ്ടായിരുന്നു. ഉത്തർപ്രദേശിലെ മധുരയിൽ കൂറ്റൻ ജലസംഭരണി തകർന്നുണ്ടായ അപകടത്തിൽ ചികിത്സയിലുള്ളവരുടെ നില അത് ഗുരുതരമായി തുടരുകയാണ്. അപകടത്തിൽ 2 പേരാണ് മരിച്ചത്, 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട് തുടരുകയാണ്. രാകേഷ് ചെയ്തു. വീണ്ടും രാകേഷ്, കഴിഞ്ഞ ദിവസങ്ങളിലായി വലിയ തോതിൽ
ഈ മഴ റിപ്പോർട്ട് ചെയ്തിരുന്നു, മഴക്കെടുതിയും. എന്താണ് നിലവിലത്തെ സാഹചര്യം? ശക്തമായ മഴ തുടരുകയാണ്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും, ഉത്തരേന്ത്യയിലും വടക്കേന്ത്യയിലും ഒപ്പം തന്നെ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലുമൊക്കെ ശക്തമായ മഴ തുടരുകയാണ്. ഒപ്പം മഴക്കെടുതികളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ UP-യിലെ മധുരയിലാണ് ഇത്തരമൊരു അപകടം നടന്നത്. അതായത് കൂറ്റൻ ജലസംഭരണി തകർന്നു വീഴുകയായിരുന്നു. ഇതേ തുടർന്ന് 2 പേർ കൊല്ലപ്പെട്ടു, 12 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഏതായാലും സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കൂടുതൽ പേർ ഇതിനടിയിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്ന സംശയം രക്ഷാപ്രവർത്തകർക്കുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തെരച്ചിൽ തുടരുന്നു എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൽ ആശങ്കയുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം മരണസംഖ്യ ഉയരുമോ എന്നുള്ളതാണ്. കാരണം 12 പേർ ചികിത്സയിലുണ്ട്. ഈ 12 പേരുടെ നിലയും ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇതാണിപ്പോൾ ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, 3 വർഷം മുമ്പ് മാത്രം പണി കഴിഞ്ഞ അല്ലെങ്കിൽ യാഥാർത്ഥ്യമായ ഒരു വാട്ടർ ടാങ്കാണ്, ജലസംഭരണിയാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഇപ്പോൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ദാരുണമായ സംഭവം തന്നെയാണ് മധുരയിലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും പല ഇടങ്ങളിലും ഓറഞ്ച് അലേർട്ട് തുടരുകയാണ്. പക്ഷേ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം ശക്തമായ മഴയാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പെയ്യുന്നത്. ദേശീയപാത അടക്കം പല ഭാഗങ്ങളിലും ഒലിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇന്നലെ മണിപ്പൂരിൽ ഒരു പാലം തകർന്നു വീഴുന്നു. തടി കയറ്റിയ ലോറി കടന്നു പോകുന്നതിനിടെയായിരുന്നു ഈ അപകടമൊക്കെ തന്നെ സംഭവിച്ചത്. സമാനമായ രീതിയിൽ ടീസ്ത നദി കരകവിഞ്ഞൊഴുകുന്നത് പലയിടത്തും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അതാണ് ദേശീയപാത 10 അടക്കം പലയിടങ്ങളിലും നദി വെള്ളം കയറിയെ തുടർന്ന് ഒലിച്ചു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് അടുത്ത 2 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എൽദോ രാകേഷ് വിവരങ്ങൾ പങ്കുവച്ചത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് അതിർവരമ്പുണ്ടെന്ന ജിഫ്രി തങ്ങളുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ സമസ്ത സ്ത്രീകളോട് മാപ്പ് പറയണമെന്ന് കേരള നദ്വത്തുൽ മുജാഹിദീൻ. 1 നൂറ്റാണ്ടുകാലം സ്ത്രീ വിദ്യാഭ്യാസത്തെ ശക്തമായി എതിർത്ത സമസ്ത സ്ത്രീ സമൂഹത്തോട് മാപ്പ് പറയുകയാണ് വേണ്ടത്. വിദ്യാഭ്യാസം നേടുന്ന കാര്യത്തിൽ ആൺ പെൺ വ്യത്യാസം കാണിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. സ്ത്രീ വിദ്യാഭ്യാസത്തിന് സമസ്ത തടസ്സം നിന്നിട്ടില്ല എന്ന സമസ്ത പ്രസിഡന്റിന്റെ പ്രസ്താവന വാസ്തവവിരുദ്ധമാണ് എന്നും KNM പറഞ്ഞു. കോഴിക്കോട് ചേർന്ന KNM സംസ്ഥാന നേതൃസംഗമത്തിലായിരുന്നു ഈ ആവശ്യം. ഗുരുവായൂർ ആനക്കോട്ടയിൽ ദേവസ്വം ആനകൾക്കായുള്ള സുഖചികിത്സ ഇന്ന് ആരംഭിക്കുകയാണ്. 30 ദിവസം നീണ്ടു നിൽക്കുന്ന സുഖചികിത്സയ്ക്ക് 11 ലക്ഷം രൂപയാണ് ദേവസ്വം ചിലവഴിക്കുന്നത്. ആനകളുടെ ആരോഗ്യ പരിപാലനത്തിന് വർഷം തോറും സുഖചികിത്സ നടത്താറുണ്ട്. വിവരങ്ങളുമായി രാജു ഗുരുവായൂരാണ് ചേരുന്നത്. രാജു, എത്ര ആനകളാണുള്ളത്? എൽദോ, ഈ ഗുരുവായൂർ ആനക്കോട്ടയിൽ ആനകൾക്കായി ദേവസ്വം നടത്തിവരുന്ന സുഖചികിത്സ അഥവാ ആനയൂട്ട് ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് ആരംഭിക്കുക. സുഖചികിത്സയുടെ ഉദ്ഘാടനം ആനക്കോട്ടയിൽ പ്രൊഫസർ ഡോക്ടർ KS അനിൽ നിർവഹിക്കും. ആനകൾക്ക് ഔഷധ ചോറൂരുള്ള നൽകിയാണ് ഉദ്ഘാടനം നടത്തുക. ചടങ്ങിൽ MLA NK അക്ബറും ചെയർമാൻ M കൃഷ്ണദാസും ദേവസ്വം ഭരണസമിതി അംഗങ്ങളും ആന വിദഗ്ധ സമിതി അംഗങ്ങളും ഭക്തരും പങ്കെടുക്കും. ആനകളുടെ ആരോഗ്യ സംരക്ഷണത്തിനും ഒപ്പം ശരീരപുഷ്ടിക്കും വേണ്ടിയുള്ള സമീകൃത ആഹാരമാണ് നൽകുക. ആനക്കോട്ടയിൽ ഇപ്പോൾ 38 ആനകളാണ് ഉള്ളത്. ഇതിൽ 26 ആനകൾക്കാണ് ഇന്നത്തെ സുഖചികിത്സയിൽ പങ്കെടുക്കുന്നത്. 12 ആനകൾ മതപ്പാടിലാണ്. നീരിൽ നിന്നും അഴിക്കുന്ന മുറയ്ക്ക് ഇവയ്ക്ക് സുഖചികിത്സ നൽകും. ഡോക്ടർമാരടങ്ങുന്ന വിദഗ്ധ സംഘത്തിന്റെ മേൽനോട്ടത്തിലാണ് സുഖചികിത്സ നൽകുന്നത്. ചികിത്സയ്ക്കായി 11 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് ദേവസ്വം ഭരണസമിതി അംഗീകരിച്ചിട്ടുള്ളത്. 3420 കിലോ അരി, 1140 കിലോ ചെറുപയർ, 1140 കിലോ റാഗി, 114 കിലോ മഞ്ഞൾപ്പൊടി, 114 കിലോ ഉപ്പ്, 123 കിലോ അഷ്ടചൂർണം, 284 കിലോ ചവനപ്രാശം, ഷാർക്ക ഫറോൾ, അയൺ ടോണിക്, ധാതു ലവണങ്ങൾ, വിരയുടെ മരുന്ന് തുടങ്ങിയവയാണ് സുഖചികിത്സയ്ക്കായി ആനയ്ക്ക് നൽകുക. 30 ദിവസം നീണ്ടു നിൽക്കുന്ന സുഖചികിത്സ ജൂലൈ 30-നാണ് സമാപിക്കുക. ഗുരുവായൂർ ആനക്കോട്ടയിൽ മാത്രമാണ് ആനകൾക്ക് ഇത്തരത്തിൽ 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സുഖചികിത്സ നടത്തുന്നത്. അത്രമാത്രം ആനകളുടെ പരിപാലനത്തിൽ ദേവസ്വം ശ്രദ്ധിക്കുന്നുണ്ട് എന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഈ സുഖചികിത്സ. ഇത് ഇവിടുത്തെ ആനകൾക്ക് വർഷം തോറും ദേവസ്വം നൽകി വരുന്നു എന്നതും പ്രത്യേകതയാണ്. ആനകളെ ഇത്രമാത്രം കരുതലോടെ പരിപാലിക്കുന്ന മറ്റൊരു കേന്ദ്രവും കേരളത്തിലില്ല എന്നതിലും ദേവസ്വത്തിന് വളരെയധികം അഭിമാനിക്കാവുന്ന കാര്യമാണ്. എൽദോ.
ശരി, രാജു ഗുരുവായൂരാണ് വിവരങ്ങൾ നൽകിയത്. എന്നാലും വളരെ പ്രസിദ്ധമാണ് ഗുരുവായൂരിലെ ആന പരിപാലനത്തിലെ സുഖചികിത്സ, ആനയൂട്ടൊക്കെ. അപ്പോൾ ആനക്കോട്ടയിൽ ദേവസ്വം ആനകൾക്ക് ഇന്ന് മുതൽ സുഖചികിത്സ ആരംഭിക്കുകയാണ്. 30 ദിവസം നീണ്ടു നിൽക്കുന്ന സുഖചികിത്സയാണത്. ഒരുപാട് ആനകൾ നമുക്കവിടെ കാണാൻ കഴിയും. ദൃശ്യങ്ങളും ഈ പറഞ്ഞതുപോലെ വളരെ സന്തോഷം നൽകുന്നതാണ്. ഇനി മറ്റു വാർത്തയിലേക്ക് പോയാൽ വരാപ്പുഴ അതിരൂപത സഹായമെത്രാനായി മോൺസിഞ്ഞർ ഡോക്ടർ ആന്റണി വാലുങ്കലിന്റെ അഭിഷേകം നടന്നു. വല്ലാർപാടം സെന്റ് മേരീസ് ബസലിക്ക അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മെത്രാപ്പോലിത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ, മുൻ മെത്രാപ്പോലിത്ത ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ, കോട്ടപ്പുറം ഭദ്രാസന മുൻ ബിഷപ്പ് ജോസഫ് കാരിക്കശ്ശേരി എന്നിവരാണ് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. കോഴിക്കോട് രൂപത ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ചടങ്ങിൽ പ്രസംഗിക്കുകയും ചെയ്തു. KSRTC കണ്ടക്ടർക്ക് നേരെ യാത്രക്കാരന്റെ ആക്രമണം. ടിക്കറ്റ് എടുക്കാതെ ഇരുന്നത് ചോദ്യം ചെയ്തതിനായിരുന്നു KSRTC അടൂർ ഡിപ്പോയിലെ കണ്ടക്ടർ മനീഷിനെ യാത്രക്കാരൻ അസഭ്യം പറഞ്ഞ് കയ്യേറ്റം ചെയ്തത്. ഇന്നലെ രാത്രി കായംകുളത്ത് നിന്ന് അടൂരിനുള്ള അവസാന ബസ്സിലായിരുന്നു ഈ കയ്യേറ്റം. നീ എന്നെ 35 രൂപയ്ക്ക് 40 രൂപയ്ക്ക് 2 ലക്ഷം രൂപ ശമ്പളം ഭരിക്കുന്ന 2 ലക്ഷം രൂപ ശമ്പളം ഭരിക്കുന്ന നീ എന്നെ അളക്കുന്നോ? നീ എന്നെ അളക്കുന്നോ? നിനക്ക് ശമ്പളം കിട്ടുമോ? കഴിഞ്ഞ വർഷം നിനക്ക് കഴിഞ്ഞ വർഷം ശമ്പളം കിട്ടുമോ? നിനക്ക് ശമ്പളം കിട്ടുമോ? എന്നിട്ട് നീ എന്റെ പേര് അടിക്കണം. നിനക്ക് കഴിഞ്ഞ വർഷം ശമ്പളം കിട്ടിയോ? നിന്റെ വീട്ടില് കഞ്ഞി കുടിച്ചോ? ഇത്തരത്തിലൊക്കെ പെരുമാറുന്നതിന് ഒരു തരത്തിൽ ന്യായീകരിക്കാൻ കഴിയില്ല. എന്തായാലും എന്തോ മദ്യലഹരിയിലാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കയ്യേറ്റം. അത് ന്യായീകരിക്കാൻ കഴിയുന്നതുമല്ല തീരെ. കായംകുളത്ത് നിന്ന് ഉള്ള അടൂരിലേക്കുള്ള അവസാന ബസ്സിലായിരുന്നു ഇത്തരത്തിലുള്ള സംഭവം. വർക്കല കാപ്പിൽ ബീച്ചിൽ ശക്തമായ തിരയിൽപ്പെട്ട് 2 പേർ മരിച്ചു. കൊല്ലം ശീമാട്ടി സ്വദേശി അല്ലമീൻ, കൊട്ടാരക്കര സ്വദേശി അൻവർ എന്നിവരാണ് മരിച്ചത്. കുടുംബത്തോടൊപ്പം കാപ്പിലെത്തിയ ഇവർ കടലിൽ കുളിക്കുന്നതിനിടെയാണ് തിരയിൽപ്പെട്ടത്. പ്രവാസിയായിട്ടുള്ള അൻവർ ബക്രീദ് അവധിക്ക് നാട്ടിലെത്തിയതായിരുന്നു. അമ്മയുടെ 30ാം വാർഷിക പൊതുയോഗത്തിൽ പുതിയ 17-അംഗ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു. 2024-27 പ്രസിഡന്റായി മോഹൻലാൽ, ജനറൽ സെക്രട്ടറിയായി സിദ്ദീഖ് എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു. വൈസ് പ്രസിഡന്റായി ജഗദീഷും ആർ ജയനും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഉണ്ണി മുകുന്ദനാണ് ട്രഷറർ. ജോയിന്റ് സെക്രട്ടറി ബാബുരാജ്. അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് കലാഭവൻ ഷാജോൺ, സുരാജ് വെഞ്ഞാറമൂട്, ജോയ് മാത്യു, സുരേഷ് കൃഷ്ണ, ടിനി ടോം, അനന്യ, വിനു മോഹൻ, ടോവിനോ തോമസ്, സരയു മോഹൻ, അൻസിബ എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു. അമ്മയുടെ ബൈലോ അനുസരിച്ച് 4 വനിതാ പ്രതിനിധികൾ വേണമെന്നുള്ളതാണ്. ഇനിയുള്ള ഒരു വനിതാ പ്രതിനിധിയെ അടുത്ത എക്സിക്യൂട്ടീവ് യോഗത്തിൽ നോമിനേറ്റ് ചെയ്യാനാണ് നീക്കം. മലയാളികൾ ടീമിലുണ്ടെങ്കിൽ കപ്പ് കിട്ടുമെന്ന് ഇനി വിശ്വസിച്ചേ പറ്റുമെന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മലയാളി സാന്നിധ്യമായിട്ടുള്ള സഞ്ജു സാംസൺ. ഇന്ത്യ കിരീടം നേടുമെന്ന് ഉറപ്പായിരുന്നു. കിരീട നേട്ടത്തിന് ശേഷം ടീമിലെ ലേക്സൺ ഓഫീസറും മലയാളിയുമായിട്ടുള്ള സിബി ഗോപാലകൃഷ്ണനുമായുള്ള സൗഹൃദ സംഭാഷണത്തിലായിരുന്നു സഞ്ജുവിന്റെ ഈ വാക്കുകൾ. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? കണ്ടല്ലോ സഞ്ജു സാംസന്റെ അവാർഡ് മെഡൽ അവിടെ നിന്നല്ലേ? മെഡൽ എന്നല്ലേ കറക്റ്റ്? എവിടെ നിന്ന് തുടങ്ങിക്കോ. അത് തന്നെ. ഇതാ വിമൽ ചേട്ടാ, ഇതാ വിമൽ ചേട്ടാ. നമ്മുടെ വിമൽ ചേട്ടനാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. വിമൽ ചേട്ടൻ പണ്ടൊരു വീഡിയോ ചെയ്ത് നമ്മുടെ ആൾക്കാരെല്ലാവരും അത് തന്നെ പണ്ടൊരു വീഡിയോ ചെയ്ത് ഹിറ്റാക്കിയിട്ടുള്ളതാണ് വിമൽ ചേട്ടൻ. അങ്ങനെ 32 ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ അമേരിക്കയിൽ നിന്നും കരിമീനിന് വിട പറയുകയാണ്. വേൾഡ് കപ്പ് പോയിട്ട് എന്ത് തോന്നുന്നു? ഒന്നും പറയാൻ പറ്റുന്നില്ല. അത്ര അങ്ങനെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റും. വാക്കുകൾ കിട്ടാത്തൊരു സമയമാണ്. അപ്പൊ ഭയങ്കര സന്തോഷം. വാക്കുകൾ ഉടക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അല്ല, ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇത്രയും വലിയൊരു മൊമെന്റിന് നമ്മളെല്ലാവരും ഇവിടെ ഉള്ളത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. വെരി ഗ്രേറ്റ്ഫുൾ ടു ബി പാർട്ട് ഓഫ് ദിസ് ഇന്ത്യൻ ഫാമിലി. വി റിയലി ഡിസേർവ് ടു വിൻ. നമ്മൾ ജയിക്കണമായിരുന്നു. ഈ ടീം നമ്മൾ കുറേ
ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഫൈനലെത്തും, സെമി ഫൈനലെത്തും, അവിടെ പോവും, ഇവിടെ പോവും, അങ്ങനെ അവസാനം ഈ പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു ഇപ്രാവശ്യം വേൾഡ് കപ്പ് ക്രിക്കറ്റ് നമുക്കൊരു വേൾഡ് കപ്പ് തരുമെന്ന് നമുക്കറിയായിരുന്നു. അത് നമുക്ക് കിട്ടിയാലും വലിയ സന്തോഷം, വളരെ സന്തോഷമാണ്. അപ്പോൾ ഇനി സ്വകാര്യം പറയാം, മലയാളികൾ 2-3 മലയാളികളുണ്ടെങ്കിൽ ഒരു മലയാളിയെങ്കിലും ഉണ്ടെങ്കിൽ വേൾഡ് കപ്പ് കിട്ടും എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും അത്തരം ശാസ്ത്ര പ്രചരണങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇനി വിശ്വസിച്ചേ പറ്റൂ. അത് അങ്ങനെ ആയി പോയില്ലേ. എന്നെ കുറിച്ച് എന്താണ്? സിബി ചേട്ടനെ കുറിച്ച് ഇന്ത്യൻ ടീമിൽ എല്ലാവർക്കും ഭയങ്കര നല്ലൊരു അഭിപ്രായമാണ്. ഇത്രയും ലോക്കൽ സപ്പോർട്ട് വെസ്റ്റ് ഇൻഡീസിൽ ഇല്ലായിരുന്നെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. നമുക്ക് സിബി ചേട്ടൻ ഉള്ളതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഏറ്റവും ജോളി ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ടീമിന് എപ്പോഴും പോസിറ്റിവിറ്റി തന്നതും പിന്നെ നമ്മളെല്ലാവരും ഹെൽപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്തും സിബി ചേട്ടനാണ് വിജയത്തിന്റെ പിന്നിൽ. നമ്മുടെ നാട്ടിൽ അറിയാമല്ലോ, സഞ്ജുവിനോട് മലയാളികൾക്ക് എന്നും ഒരു പക്ഷേ മലയാളികൾ ഇത്രയും സ്നേഹിച്ച വേറെ മനുഷ്യൻ കാണത്തില്ല. അല്ല അങ്ങനെയാണ് അല്ല അതാണ് ശരിക്കും. അതായത് മലയാളികൾ ഇത്രയും സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വേറെ ആരും കാണത്തില്ല. അത് ഭയങ്കര ഒരു ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു സംഭവമാണ് ഇത്രയും, അല്ലെങ്കിൽ വിചാരിക്കാത്തൊരു സംഭവമാണ്. നമ്മളെ പ്രാർത്ഥനയും നമ്മുടെ ചിന്തകളാണല്ലോ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു സംഭവം. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ നിന്ന് ഓരോ ആൾക്കാരും ഇത്രയും ജനുവനായിട്ട് നമുക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോഴും ഇത്രയും പോസിറ്റീവായിട്ട് തന്നെ വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് ഏറ്റവും വലിയ സന്തോഷവും കടപ്പാടും എന്തെങ്കിലും കൂടെ പറയാനുണ്ട്? എന്താണ് ഇന്ത്യയുടെ ഫ്യൂച്ചർ പ്ലാൻസ്? ഇവിടുന്ന് എങ്ങോട്ട്? അതല്ല ക്രിക്കറ്റിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് അല്ല, ഇമ്മീഡിയറ്റ് ഇവിടെ കഴിഞ്ഞാൽ എന്താണ് അടുത്ത സ്റ്റെപ്പ്? കഴിഞ്ഞല്ലോ, കപ്പം മേടിച്ച് നമ്മൾ ചോറും കഴിച്ച് ഇനി അടുത്ത വണ്ടിക്ക് എയർപോർട്ടിൽ പോയ പോലെ. ഭയങ്കര ഒരു മൊമെന്റ് ആണ് ഇത്. നമ്മൾ പെട്ടെന്ന് അടുത്ത സ്റ്റെപ്പ് ആലോചിക്കാൻ പാടില്ല. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇതൊന്ന് ആഘോഷിക്കണം. വെസ്റ്റ് ഇൻഡീസിലെ സിബി ചേട്ടനുമായിട്ട് ഇന്ത്യൻ ടീമായിട്ട് നമ്മൾ ഇന്ന് തകർക്കും. അതാണ് നമ്മുടെ അല്ലേ. അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഇന്ത്യയുടെ ലൈസൻസ് ഓഫീസറാണ് സിബി ഗോപാലകൃഷ്ണൻ. കൂടുതൽ വാർത്തകളിലേക്കൊക്കെ മടങ്ങിയെത്താൻ മോർണിംഗ് വൈബ്സിൽ ഒരു ഇടവേള കൂടി. ജയിലും മറ്റൊന്ന് ഈ പോലീസ് സ്റ്റേഷനും, ഈ രണ്ടിടത്തു നിന്നും എങ്ങനെ നടപടിക്രമങ്ങൾ നീങ്ങി എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. എന്തായാലും നിലവിൽ ഇത് സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ഔദ്യോഗിക നീക്കമല്ല എന്ന് സ്ഥാപിക്കാൻ കൂടിയാണ് നേരത്തെ ജയിൽ സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് ഇപ്പോൾ ASIയെ സ്ഥലം മാറ്റുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ രണ്ട് നടപടികളും വരുമ്പോഴും നമുക്കറിയാം ഒരു സ്വതന്ത്രമായ ഏജൻസി എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകളല്ല ജയിൽ സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾ. അതുപോലെ തന്നെ ASI, ഈ പോലീസ് സ്റ്റേഷനിലെ ASIക്കൊന്നും സ്വന്തമായ ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നവരല്ല. കാരണം പോലീസ് സ്റ്റേഷനിൽ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഈ തടവ് പുള്ളികളുടെ മോചനവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വന്ന ശേഷം സ്വന്തം രീതിയിൽ തീരുമാനമെടുത്ത് ASIക്ക് ഒരു അന്വേഷണം നടത്താൻ കഴിയില്ല. അതിൽ ഉന്നത തരത്തിൽ നിന്നുള്ള ഉത്തരവുകൾ ഉണ്ടാവണം. അതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉത്തരവ് വേണം, അല്ലെങ്കിൽ ജയിൽ സൂപ്രണ്ടിൻ്റെ ഉത്തരവ് വേണം. ഇതിന്മേൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അടക്കമുള്ളവരൊക്കെ അറിഞ്ഞ് മാത്രമേ അവർക്ക് മൊഴിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും പുകമറയിൽ തന്നെയാണ്. സർക്കാർ തന്നെയാണ്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് തന്നെയാണ് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള വളരെ വിശദമായ ഒരു വിവരങ്ങൾ പുറത്തുവിടേണ്ടതുണ്ട്. പ്രശ്നങ്ങൾക്ക് പിന്നിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ മേൽ പഴിചാരിയാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഇതൊക്കെ ഒരു പുകമറയാണ് എന്ന വിശദീകരണമാണ് സർക്കാർ നൽകിയത്. പിന്നീട് എന്നാൽ നിയമസഭയിൽ ഇക്കാര്യം പരിഗണനയ്ക്ക് വന്നപ്പോൾ ജയിൽ സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നടപടിയെടുത്തത്. എന്നാൽ ഇതിന് പിന്നാലെയും KK രമയുടെ മൊഴിയെടുത്തു എന്ന വിവരങ്ങളാണ് UDF പുറത്തുവിട്ടത്. KK രമ അടക്കം പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിച്ച് തൻ്റെ മൊഴിയെടുത്തു എന്ന് പറയുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് കൊളവല്ലൂർ സ്റ്റേഷനിലെ ASI ശ്രീജിത്തിനെ വയനാട്ടിലേക്ക് സ്ഥലം മാറ്റി ഉത്തരവിറങ്ങിയിരിക്കുന്നത്. ട്രൗസർ മനോജിന് ഈ ശിക്ഷയിൽ ഇളവ് നൽകാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായാണ് ഈ KK രമയുടെ മൊഴിയെടുക്കുകയും ചെയ്തത്. ഇത്തരമൊരു നടപടി പുറത്തു വരികയും അത് വളരെ വലിയ വിമർശനത്തിന് ഇടയാക്കുകയും ചെയ്തു. കാരണം സർക്കാർ സഭയിലും പുറത്തുമൊക്കെ ഇത്തരമൊരു നടപടിയില്ല. TP വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതിനുള്ള ഒരു നീക്കവും നടക്കുന്നില്ല എന്ന് പറയുമ്പോഴും ഇത്തരം നടപടികൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ സർക്കാരിൻ്റെ ഉന്നം വ്യക്തമാണ് എന്നാണ് പ്രതിപക്ഷം ആരോപിച്ചിരുന്നത്. എന്തായാലും ഇത്തരമൊരു നീക്കത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പോലീസുകാരനെ സസ്പെൻഡ് ASIയെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയിരിക്കുകയും ചെയ്യുന്നത്. ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ നേരിട്ട് പങ്കാളികളായ TK രജീഷ്, അനൻ സുജിത്ത്, മുഹമ്മദ് ഷാഫി എന്നിവർക്ക് പ്രത്യേക ഇളവ് നൽകാനുള്ള വഴിവിട്ട നീക്കമാണ് നടന്നത്. ഇതിൽ 20 വർഷം വരെ പ്രതികൾക്ക് ശിക്ഷാ ഇളവിനായി അപേക്ഷിക്കാൻ പോലും അർഹതയില്ല എന്നാണ്
കോടതി നേരത്തെ വ്യക്തമാക്കിയത്. അതായത് 20 വർഷത്തേക്കുള്ള തടവ് ശിക്ഷ ഇല്ലാതാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം. ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കെ തന്നെയാണ് ജയിൽ സൂപ്രണ്ടിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു ഉത്തരവിറങ്ങുകയും പിന്നീട് ഉത്തരവ് നിയമാനുസൃതമല്ല അല്ലെങ്കിൽ സർക്കാർ നിലപാടല്ല എന്ന് വ്യക്തമാക്കിയ ശേഷവും ഇതുമായി ബന്ധപ്പെട്ട് കെ രമയുടെ മൊഴിയെടുക്കുകയും ചെയ്തത്. സാധാരണഗതിയിൽ ശിക്ഷാ ഇളവ് നൽകാനായി ഒരു തീരുമാനം എടുത്താൽ ആ ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ അല്ലെങ്കിൽ ജയിലിലെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കും. പിന്നീട് ശിക്ഷാ ഇളവ് ലഭിക്കുന്ന ആളുകളുടെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചെന്നൈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിരവധി പ്രത്യേകതകൾ സ്വന്തമായിട്ടുള്ള നേതാവാണ് ചന്ദ്രബാബു നായിഡു. ആന്ധ്രയുടെ ജനനായകനായി തിളങ്ങിയ ചന്ദ്രബാബു നായിഡു ഇടക്കാലത്ത് ഏറെ വെല്ലുവിളികളും നേരിട്ടു. ഇക്കുറി പൊതു തെരഞ്ഞെടുപ്പിൽ പൂർവ്വപാരമ്പര്യം വീണ്ടെടുത്ത വീണ്ടും ആ നായകൻ കിങ് മേക്കർ ആവുകയും ചെയ്തു. ഈ ലക്കം ദ ലീഡറിൽ ചന്ദ്രബാബു നായിഡുവിന്റെ ജീവിതവുമായി സന്ദീപ് ശശികുമാർ ചേരുന്നു. നീ പ്രവർത്തിച്ചതുപോലെ നിന്നോടും പ്രവർത്തിക്കും. നിന്റെ പ്രവർത്തികൾ നിന്റെ തന്നെ തലയിൽ നിപതിക്കും. രാഷ്ട്രീയത്തിൽ പല നേതാക്കളും തിരിച്ചടി നേരിടുമ്പോൾ പറയുന്ന പഴയ നിയമത്തിലെ ചില വാചകങ്ങളിൽ ഒന്നാണിത്. എന്നാൽ ഇത് അക്ഷരം പ്രതി പാലിച്ച ഒരു നേതാവുണ്ട് ഈ രാജ്യത്ത്. നര ചന്ദ്രബാബു നായിഡു എന്ന എൻ ചന്ദ്രബാബു നായിഡു. അതെ, നാം ഇന്നറിയുന്ന ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തന്നെ. ഇനി മുഖ്യമന്ത്രിയായി മാത്രമേ താൻ ഇങ്ങോട്ടുള്ളൂ എന്ന് ശപഥമെടുത്ത് ആന്ധ്ര നിയമസഭയുടെ പടിയിറങ്ങിയ ചന്ദ്രബാബു നായിഡു ആ ശപഥം നിറവേറ്റി. ഇക്കഴിഞ്ഞ ആന്ധ്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷത്തോടെ ആന്ധ്രയുടെ മുഖ്യമന്ത്രിയായി. അധികാരത്തിന് പുറത്തു നിൽക്കേണ്ടി വന്നപ്പോൾ തന്നെ വേട്ടയാടിയ, തടവറയിലടച്ച മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയോട് ക്ഷമിക്കാൻ തയ്യാറല്ലാത്ത ചന്ദ്രബാബു നായിഡുവിന്റെ ജീവിതം സിനിമാ കഥകളെപ്പോലും വെല്ലുന്ന വഴിത്തിരിവുകൾ നിറഞ്ഞതാണ്. ഇന്ന് കേന്ദ്ര സർക്കാരിനെ താങ്ങി നിർത്തുന്ന അച്ചുതണ്ടായി മാറിയ TDPയുടെ തലവന്റെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് പോയി വരാം. തിരുപ്പതി ജില്ലയിലെ നരവരിപ്പള്ളിയിലെ ഒരു കാർഷിക കുടുംബത്തിൽ 1950 ഏപ്രിൽ 20-നാണ് ചന്ദ്രബാബു നായിഡു ജനിച്ചത്. പിതാവ് നര ഖർജുര നായിഡു, അമ്മ അമ്മാനമ്മ. നര ഖർജുര നായിഡു അമ്മാനമ്മ ദമ്പതികൾക്ക് ചന്ദ്രബാബുവിനെ കൂടാതെ മറ്റൊരു മകനും 2 പെൺകുട്ടികളുമുണ്ട്. ചെറുപ്പത്തിലെ തന്നെ വിറ്റിലിഗോ രോഗബാധിതനായിരുന്നു ചന്ദ്രബാബു നായിഡു. ചർമ്മത്തിൽ വെളുത്ത പാടുകൾ ഉണ്ടാകുന്നത് ഈ രോഗത്തിന്റെ ഭാഗമായാണ്. എന്നാൽ ചർമ്മത്തിലെ വെള്ളപ്പാണ്ട് സൃഷ്ടിക്കുന്ന അപകർഷതാബോധത്തെയൊക്കെ മറികടക്കാൻ വളരെ ചെറുപ്പത്തിലെ ചന്ദ്രബാബു നായിഡുവിന് കഴിഞ്ഞിരുന്നു. തന്റെ ഗ്രാമമായ നരവരിപ്പള്ളിയിൽ അക്കാലത്ത് സ്കൂളുകൾ ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ ശേഷപുരത്തെ പ്രൈമറി സ്കൂളിലാണ് ചന്ദ്രബാബു നായിഡു 5ാം ക്ലാസ് വരെ പഠിച്ചത്. തുടർന്ന് ചന്ദ്രഗിരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ 10ാം ക്ലാസ് വരെയും പഠിച്ചു. പഠിക്കാൻ മിടുക്കനായിരുന്ന ചന്ദ്രബാബു നായിഡു ക്ലാസ് ലീഡറുമായിരുന്നു. തിരുപ്പതിയിലുള്ള ശ്രീ വെങ്കടേശ്വര ആർട്സ് കോളേജിൽ നിന്ന് ഇക്കണോമിക്സിൽ ബിരുദാനന്തര ബിരുദം നേടിയ ചന്ദ്രബാബു നായിഡു അതിനിടയിൽ തന്റെ രാഷ്ട്രീയ പ്രവേശനം നടത്തിയിരുന്നു. കോൺഗ്രസിന്റെ വിദ്യാർത്ഥി യൂണിയൻ നേതാവായിട്ടാണ് നായിഡു രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത്. 1975-ൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൽ അദ്ദേഹം ചേർന്നു. അധികം താമസിക്കാതെ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രാദേശിക ചാപ്റ്ററിന്റെ പ്രസിഡന്റുമായി. 1975-ൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ ശേഷം അദ്ദേഹം സഞ്ജയ് ഗാന്ധിയുടെ അനുയായിയായി മാറുകയായിരുന്നു. 1978-ൽ തന്റെ 28ാമത്തെ വയസ്സിൽ കോൺഗ്രസ് നേതാവായി നിയമസഭയിലേക്ക് കന്നിയംഗം. മുതിർന്ന കോൺഗ്രസ് നേതാവ് NG രംഗയുടെ സഹായത്തോടെയാണ് ചന്ദ്രബാബുവിന് സ്ഥാനാർത്ഥിത്വം ലഭിക്കുന്നത്. യുവാക്കൾക്കുള്ള 20% സംവരണം എന്ന പാർട്ടി നയം അദ്ദേഹത്തെ തുണച്ചു. ചന്ദ്രഗിരി മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച ചന്ദ്രബാബു നായിഡു കന്നി അംഗത്തിൽ തന്നെ വിജയിച്ച് നിയമസഭയിലെത്തി. തുടക്കത്തിൽ ആന്ധ്രാപ്രദേശ് ചെറുകിട വ്യവസായ വികസന കോർപ്പറേഷന്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. പിന്നീട് T. അഞ്ജനയുടെ സർക്കാരിൽ മന്ത്രിയുമായി. 1980-നും 1983-നും സംസ്ഥാന സർക്കാരിൽ ആർക്കൈവ്സ്, സിനിമ, സാങ്കേതിക വിദ്യാഭ്യാസം, ചെറുകിട ജലസേചനം തുടങ്ങി വിവിധ വകുപ്പുകൾ നായിഡു വഹിച്ചിരുന്നു. 28-ാം വയസ്സിൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ MLA എന്ന ചരിത്രം കുറിച്ച ചന്ദ്രബാബു നായിഡു 30-ാം വയസ്സിൽ മന്ത്രിയുമായി. ശരവേഗത്തിലായിരുന്നു നായിഡുവിന്റെ വളർച്ച. സിനിമാ മന്ത്രിയായിരിക്കെ നായിഡു തെലുങ്ക് സിനിമയിലെ ജനപ്രിയ ചലച്ചിത്ര താരം NT രാമറാവുമായി അടുത്തു. 1981 സെപ്റ്റംബറിൽ അദ്ദേഹം റാവുവിന്റെ 2ാമത്തെ മകളായ ഭുവനേശ്വരിയെ വിവാഹം കഴിച്ചു. അതൊരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അന്ന് ചന്ദ്രബാബു കോൺഗ്രസിൽ തന്നെയായിരുന്നു. പക്ഷേ NTRന് അയാളുടെ കഴിവിൽ വലിയ വിശ്വാസമുണ്ടായിരുന്നു. ചന്ദ്രബാബു നായിഡു ഭുവനേശ്വരിയെ വിവാഹം കഴിച്ചതിന്റെ തൊട്ടടുത്ത വർഷം NTR പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. പേര് തെലുങ്ക് ദേശം പാർട്ടി. എന്നാൽ ഭാര്യാപിതാവിന്റെ പുതിയ പാർട്ടിയിൽ ചേരാൻ ചന്ദ്രബാബു നായിഡു തയ്യാറായില്ല. വീണ്ടും ഒരു വർഷം പിന്നിട്ടതോടെ ആന്ധ്രാപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. 1983-ൽ നടന്ന ആ തെരഞ്ഞെടുപ്പിൽ തെലുങ്ക് ദേശം പാർട്ടി അത്ഭുതകരമായ വിജയം നേടി. ആന്ധ്രാപ്രദേശിന്റെ അധികാരവും അവർ പിടിച്ചെടുത്തു. ആന്ധ്രാപ്രദേശിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കോൺഗ്രസ് ഇതര സർക്കാരിന് NTR രൂപം കൊടുത്തു.
ഭാര്യാപിതാവിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച ചന്ദ്രബാബു നായിഡു ചന്ദ്രഗിരി നിയമസഭാ മണ്ഡലത്തിൽ പരാജയപ്പെട്ടു. TDPയുടെ സ്വാധീനവും ഭാവിയും തിരിച്ചറിഞ്ഞ ചന്ദ്രബാബു നായിഡു അധികം താമസിക്കാതെ TDPയിലെത്തി. മരുമകന് അർഹമായ പരിഗണന തന്നെ പാർട്ടിയിലും NTR നൽകി. TDPയിൽ ചന്ദ്രബാബു നായിഡു തന്റെ സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. 1986 TDPയുടെ ജനറൽ സെക്രട്ടറിയായി NTR ചന്ദ്രബാബു നായിഡുവിനെ നിയമിച്ചു. ക്രമേണ NTRന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന നിലയിലേക്ക് മരുമകനെത്തി. 1989 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നായിഡു കുപ്പം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് 5000 വോട്ടുകൾക്ക് വിജയിച്ചു. പക്ഷേ കോൺഗ്രസ് അധികാരം തിരിച്ചുപിടിച്ചതിനാൽ നായിഡുവിന് പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നു. രാമറാവു അദ്ദേഹത്തെ TDPയുടെ കോർഡിനേറ്ററായി നിയമിച്ചു. അതിൽ അദ്ദേഹം നന്നായി ശോഭിക്കുകയും ചെയ്തു. നിയമസഭയ്ക്കകത്തും പുറത്തും ഈ ഘട്ടത്തിൽ അദ്ദേഹം വഹിച്ച പങ്ക് പാർട്ടിയുടെ തുടർന്നുള്ള വിജയത്തിന് നിർണായക ഘടകമായിരുന്നു. 1994 തെരഞ്ഞെടുപ്പിൽ കുപ്പം മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം വീണ്ടും വിജയിച്ച് NTR മന്ത്രിസഭയിൽ ധനകാര്യ റവന്യൂ വകുപ്പ് മന്ത്രിയായി. പക്ഷേ അപ്പോൾ NT രാമറാവുവിന്റെ കുടുംബത്തിലും ചില നിർണായക സംഭവങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. 85 NTRന്റെ ഭാര്യ നന്ദമൂരി ബസവതാരക മരിച്ചിരുന്നു. 1993 NTR ഒരു കോളേജ് അധ്യാപികയായ ലക്ഷ്മി ശിവപാർവതിയെ വിവാഹം കഴിച്ചു. ഇത് അദ്ദേഹത്തിന്റെ കുടുംബത്തിലും രാഷ്ട്രീയത്തിലും വലിയ കോളിളക്കം സൃഷ്ടിച്ചു. രണ്ടാം വിവാഹത്തിന് പിന്നാലെ NTR ലക്ഷ്മി ശിവപാർവതിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായി. ക്രമേണ അദ്ദേഹം രോഗബാധിതനുമായി. NTRനെ മുൻനിർത്തി ഭാര്യയാണ് ഭരണം നടത്തുന്നത് എന്ന് പരാതി വന്നു. അങ്ങനെയിരിക്കെ NTRന്റെ 12 മക്കളുടെയും പിന്തുണയോടെ ചന്ദ്രബാബു നായിഡു സ്വന്തം പാർട്ടിയിൽ സ്വന്തം ഭാര്യാപിതാവിനെ അട്ടിമറിച്ച് അധികാരം പിടിച്ചു. 1995 സെപ്റ്റംബർ 1 NTRന്റെ നേതൃത്വത്തിനെതിരായ വിജയകരമായ അട്ടിമറിയെ തുടർന്ന് ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ചന്ദ്രബാബു നായിഡു രാജ്യത്തെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളാണ്. അദ്ദേഹത്തിന്റെ ജീവചരിത്രമാണ് സന്ദീപ് പറഞ്ഞത്. ക്ഷമിക്കണം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ബ്രിട്ടീഷ് കാലത്തെ ക്രിമിനൽ നിയമങ്ങൾ ഉപേക്ഷിക്കുകയാണ് രാജ്യം. ഇന്നു മുതൽ പുതിയ നിയമ വ്യവസ്ഥയിലേക്ക് കടക്കുകയാണ് നമ്മൾ. കോടതികൾക്കും പോലീസിനും എല്ലാം ഇനി ബാധകമാവുക പുതിയ ക്രിമിനൽ നിയമങ്ങളാണ്. ഭാരതീയ ന്യായ സംഹിത, അങ്ങനെയാണ് അതിൻ്റെ പ്രധാന വിശേഷണം. അപ്പോൾ പഴയതുപോലെ IPC എന്നുള്ള വിശേഷണമൊന്നുമില്ല. നമുക്ക് നോക്കാം എങ്ങനെയാണ് പുതിയ മാനദണ്ഡങ്ങൾ എന്നൊക്കെ. 1860 മുതൽ ഉണ്ടായിരുന്ന IPC, 1898 മുതലുള്ള CRPC, 1872 തെളിവ് നിയമം എന്നിവയാണ് മാറുന്നത്. നൂറ്റാണ്ടിലധികമായി തുടർന്ന നിയമവ്യവസ്ഥ മാറുമ്പോൾ വകുപ്പുകളിലും നമ്പറുകളിലും കാര്യമായ വ്യത്യാസമുണ്ട്. തൃശൂർ പോലീസ് അക്കാദമിയിലും തിരുവനന്തപുരത്തെ പോലീസ് ട്രെയിനിംഗ് സെന്ററിലും കേരളത്തിലെ സേനാംഗങ്ങൾക്ക് 3 മാസത്തിലേറെയുള്ള പരിശീലനം നൽകിയിരുന്നു. എങ്കിലും കൈകാര്യം ചെയ്യുമ്പോൾ തുടക്കത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾക്ക് ഇടയാക്കിയേക്കാം. വകുപ്പിൽ മാറ്റമുണ്ടായാലും തെളിവ് ശേഖരണത്തിൽ വീഴ്ച പറ്റിയാലും കേസിനെ ബാധിക്കും. പുതിയ നിയമത്തിൽ വകുപ്പ് 113 ഭീകരപ്രവർത്തനം ഉൾപ്പെടുക. സംഘടിത കുറ്റകൃത്യം 111. രണ്ടിനും IPCയിൽ വകുപ്പുകൾ ഉണ്ടായിരുന്നില്ല. സുവർഗാനുരാഗം കുറ്റമാക്കുന്ന 377 ഒഴിവാക്കി. കൊലക്കുറ്റത്തിനുള്ള IPC 302 പുതിയതിൽ 103 വകുപ്പാണ്. പിടിച്ചുപറിക്കുള്ളതാണ് ഇനി 302 വകുപ്പ്. ഗൂഢാലോചനയ്ക്കുള്ള 120B ഇനി 61 ആകും. നിയമവിരുദ്ധ സംഘം ചേരലിന് 14 പകരം 187 ആയിരിക്കും. 420 നിലവിൽ വഞ്ചന കുറ്റമാണ്. ഈ നമ്പറിൽ മറ്റു വകുപ്പ് പുതുതായില്ല. 316 വകുപ്പിലാണ് തട്ടിപ്പ് കൈകാര്യം ചെയ്യുന്നത്. രാജ്യദ്രോഹത്തിനുള്ള 124A ഇനി 150 ആകും. കൈക്കൂലി 171Bയിൽ നിന്ന് 170, സ്ത്രീധനമരണം 304Bയിൽ നിന്ന് 80, ബലാത്സംഗം 375 നിന്ന് 63, മോഷണക്കുറ്റം 378 നിന്ന് 303, വിശ്വാസവഞ്ചന 405 നിന്ന് 316 എന്നിങ്ങനെ മാറും. ഫോറൻസിക് ഉദ്യോഗസ്ഥർക്കും തെളിവ് ശേഖരണത്തിൽ പരിശീലനം നൽകി. 90 ദിവസത്തിനുള്ളിൽ നിർബന്ധമായും കുറ്റപത്രം സമർപ്പിക്കണമെന്നാണ് പുതിയ നിയമത്തിൽ അനുശാസിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇതുപോലെ തന്നെ മറ്റൊരു പ്രധാന മാറ്റം ഇന്ന് സംസ്ഥാനത്ത് വരുന്നത് അത് 4 വർഷ ബിരുദത്തിന് തുടക്കമാവുകയാണെന്നുള്ളതാണ്. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർവഹിക്കാൻ പോകുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിർണായക ചുവടുവെപ്പ് എന്നുള്ള തലത്തിലാണ് ഈ 4 വർഷ ബിരുദ പദ്ധതിയെ സർക്കാർ അവതരിപ്പിക്കുന്നത്. അതേസമയം പുതിയ തീരുമാനത്തെക്കുറിച്ച് അറിയില്ല എന്നാണ് ഗവർണർ പ്രതികരിച്ചത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന പ്രഖ്യാപനത്തോടെയാണ് 4 വർഷ ബിരുദത്തിന് സർക്കാർ തുടക്കമിടുന്നത്. സംസ്ഥാനത്തെ വിവിധ ക്യാമ്പസുകളിൽ നവാഗത വിദ്യാർത്ഥികൾക്കായി വർണ്ണാഭമായ പ്രവേശനോത്സവം ഒരുക്കും.
മുതിർന്ന വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിലാകും പുതുമുഖങ്ങളെ സ്വീകരിക്കുക. തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ നടക്കുന്ന സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന പരിപാടി എല്ലാ കോളേജുകളിലും തത്സമയം പ്രദർശിപ്പിക്കും. തുടർന്ന് ക്യാമ്പസ് തല ഉദ്ഘാടന ചടങ്ങുകൾക്ക് തുടക്കമാവും. പുതിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ബോധവൽക്കരണ ക്ലാസും ഇന്ന് നടക്കുന്നുണ്ട്. തൊഴിൽ ശേഷി വളർത്തലും ഗവേഷണ പ്രവർത്തനങ്ങളും സംയോജിപ്പിച്ചുള്ള പാഠ്യപദ്ധതിയാണ് 4 വർഷ ബിരുദത്തിൽ മുന്നോട്ട് വെക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് അഭിരുചിക്കനുസരിച്ച് പഠന വിഷയം തെരഞ്ഞെടുക്കാമെന്നതും കോഴ്സിന്റെ പ്രത്യേകതയാണ്. അതേസമയം പുതിയ പദ്ധതിക്കെതിരെ വിമർശനങ്ങളും മറുവശത്തുയരുന്നുണ്ട്. ചടങ്ങിൽ ഗവർണർക്ക് ക്ഷണമില്ല. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ചരിത്രപരമായ പരിഷ്കാരത്തിന് തുടക്കം കുറിക്കുമ്പോഴാണ് സർവകലാശാലകളുടെ ചാൻസലറായ ഗവർണറെ അവഗണിക്കുന്നതെന്നതാണ് വൈരുദ്ധ്യം. പരിപാടിയെക്കുറിച്ച് അറിവില്ലെന്നാണ് ഗവർണർ പറയുന്നത്. ഇതിനു പുറമെ വേണ്ടത്ര തയ്യാറെടുപ്പുകളില്ലാതെ തുടങ്ങുന്ന പദ്ധതി തിരിച്ചടിയാകുമെന്ന ആരോപണവുമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. എറണാകുളം കോതമംഗലം മാർക്കറ്റിന്റെ ശോചാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതും വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷവും മഴക്കാലത്ത് കൊതുകുകൾ പെരുകിയതുമൊക്കെയാണ് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ ഭീഷണി സൃഷ്ടിക്കുന്നത്. ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ വന്നു പോവുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന എറണാകുളം കോതമംഗലത്തെ പ്രധാന മാർക്കറ്റിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതും വൃത്തിഹീനമായ അന്തരീക്ഷവും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധമുയരുന്നത്. ഏക ആശ്രയമായിരുന്ന ടോയ്ലറ്റ് പ്രവർത്തനരഹിതമായതോടെ ആളുകൾ പുറത്ത് മലമൂത്ര വിസർജനം ചെയ്യാൻ തുടങ്ങിയതോടെയാണ് പരിസര മലിനീകരണം രൂക്ഷമായത്. നമ്മൾ ഇവിടെ ഒരാഴ്ചയോളം മുമ്പ് ഇതിനെതിരെ നമ്മൾ ഇവിടെ ഒരു പ്രതിഷേധ സമരം നടത്തിയതായിരുന്നു. മുനിസിപ്പാലിറ്റിയിൽ ചെന്ന് അതിന് പരാതിയൊക്കെ കൊടുത്തു. അതിന് ഒരു നടപടി ഉണ്ടായില്ല. ഇവിടെ ഈ പരിസരമൊക്കെ വളരെ വൃത്തികേടായി കിടക്കുകയാണ്. കൊതുകുകളുടെ ഒരു കൂമ്പാരം തന്നെയാണ്. അതുപോലെ ഇപ്പം നമ്മൾ ടോയ്ലറ്റ് ഇതിന് ബാക്കി കാണുന്ന ഈ ടോയ്ലറ്റ് ഉണ്ട്. അത് ഇവിടെ 2-3 വർഷം മുമ്പ് ഡെങ്കിപ്പനി ബാധിച്ച് ഇവിടെ അതിന് പകരം ഇവിടെ നിർമ്മിച്ചതാണ് ഉപയോഗിക്കാനായിട്ട്. പക്ഷെ അത് ഉപയോഗശൂന്യമായതിനാൽ തൊഴിലാളികളും അതുപോലെയുള്ള വരുന്നവരെല്ലാവരും ഇങ്ങനെ മലമൂത്ര വിസർജനം ഇങ്ങനെ പൊതുസ്ഥലത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് ഒരു പരിഹാരവും കാണാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. കച്ചവട കേന്ദ്രങ്ങളിൽ ഭക്ഷ്യസുരക്ഷയുമില്ല, അടിസ്ഥാന സൗകര്യങ്ങളുമില്ല. മാർക്കറ്റിനുള്ളിൽ കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുകയാണ്. ഇതിനോട് ചേർന്നാണ് സർക്കാർ സ്കൂളും ആശുപത്രിയും ബസ് സ്റ്റാൻഡും റവന്യൂ ടവറുമെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഇത് കണ്ടുകൊണ്ട് ആം ആദ്മി പ്രവർത്തകർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വലിയൊരു പ്രതിഷേധ പ്രകടനം ഇതിന് മുൻപിൽ നടത്തുകയും അധികാരികൾക്ക് ഇതിനുവേണ്ടിയുള്ള അപേക്ഷ കൊടുക്കുകയും അവിടെ ചെന്ന് കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഹെൽത്തിൽ നിന്ന് ആള് വന്ന് ഇത് നോക്കുകയും ചെയ്തു. എന്നാൽ നാളിതുവരെയായിട്ടും ഇത് പരിഹരിക്കുവാൻ, ഇതിനൊരു ശാശ്വതമായി പരിഹാരം കാണുവാൻ ഇതിന് അധികാരികൾ ശ്രമിച്ചിട്ടില്ല എന്നതാണ് നഗ്നമായ ഒരു യാഥാർത്ഥ്യം. നാം ഓർക്കണം, ഒരു കൗൺസിലർ ജനങ്ങളുടെ ആവശ്യങ്ങൾ, ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തി വിജയിപ്പിച്ചു വിട്ട ഒരു കൗൺസിലർ അല്ലെങ്കിൽ മുനിസിപ്പൽ അധികാരികൾ ഇത്തരത്തിലുള്ള വലിയൊരു വീഴ്ച ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുവാൻ നാട്ടുകാർ രംഗത്തേക്ക് കടന്നു വരണമെന്നാണ് ആവശ്യപ്പെടുവാനുള്ളത്. പൊതുജനങ്ങൾക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടി വിവിധ രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കുകയും കൊതുകുകളും കൂത്താടികളും വളരെയേറെ ചുറ്റുപാട് വളർന്ന് പന്തലിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇവിടുത്തെ അധികാരികൾ മനസ്സിലാക്കുന്നില്ല. പലതവണ കംപ്ലൈൻറ്റുകൾ കൊടുത്തതായിട്ടും അവരിവിടെ വന്ന് നോക്കിയതായിട്ടുമാണ് ഞാൻ അറിഞ്ഞത്. അതുപോലെ ഇതിൻ്റെ പരിസരത്ത് ഒരു ടോയ്ലറ്റ് ഉണ്ട്. അത് ഇവിടുത്തെ മാർക്കറ്റിലുള്ള ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതും കണ്ടമാനം മലിനമായി കിടക്കുകയാണ്. അതിൻ്റെ അകത്ത് കുപ്പികളും വേസ്റ്റുകളും ജനങ്ങൾ തന്നെ കൊണ്ടുപോയിടുന്നു. പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് മാർക്കറ്റ് ശുചീകരിച്ച് മാലിന്യങ്ങൾ നീക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കോതമംഗലം. BJP നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള തലസ്ഥാനത്തെ ഒരു മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ സ്വാധീനമെന്ന് CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനം. കരമന ഹരിയാണ് മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചത്. എന്നാൽ മുതലാളിയുടെ പേര് പറയണമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് ആവശ്യപ്പെട്ടുവെങ്കിലും പേര് പറയാൻ അദ്ദേഹം തയ്യാറായില്ല. മറുപടി പ്രസംഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ നടപടി പരിശോധിക്കുമെന്നും ഇത്തരം സമീപനങ്ങൾ ശരിയല്ലെന്നും M. സ്വരാജ് മുന്നറിയിപ്പ് നൽകി. VV അരുൺ ചേർന്നു. അരുണ്, ഈ മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരത്തിലൊരു രൂക്ഷ വിമർശനം കരമന ഹരി ഉന്നയിക്കാനുള്ള സാഹചര്യം, അത് എന്താണ് വിശദാംശങ്ങൾ? CPM ജില്ലാ കമ്മിറ്റി യോഗം ഇന്നലെയും മെനങ്ങാന്നുമായാണ് ചേർന്നത്. മെനങ്ങാന്ന് രാത്രി വൈദ്യുതി നടന്ന ചർച്ചയിലാണ് കരമന ഹരി, CPM ജില്ലാ കമ്മിറ്റി അംഗം, ഇത്തരമൊരു വിമർശനം ഉന്നയിച്ചത്. മുഖ്യമന്ത്രിക്കെതിരെ വ്യക്തിപരമായ രൂക്ഷമായ വിമർശനമാണ് ഹരി ഉന്നയിച്ചത്. സംസ്ഥാനത്തെ BJP നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള
ഒരു വ്യവസായി, അയാൾക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ കടന്നു ചെല്ലാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ക്ലിഫ് ഹൗസിന്റെ അടുക്കള വരെ കടന്നു ചെല്ലാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. BJP നേതാക്കളും BJP നേതാക്കളുടെ അമിത്ഷായുടെ മകനടക്കമുള്ളവർ തിരുവനന്തപുരത്ത് വരുമ്പോഴും അവരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൊണ്ടുപോകുന്ന അടക്കം ചെയ്യുന്നത് ഈ വ്യവസായിയാണ്. ഇയാൾക്ക് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുമായുള്ള ബന്ധം എന്ന ചോദ്യമാണ് കരമന ഹരി ഉയർത്തിയത്. എന്നാൽ ആരാണ് ആ വ്യവസായി എന്ന് പറയണമെന്നായിരുന്നു എം സ്വരാജ്, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ പ്രതിനിധീകരിച്ച് കമ്മിറ്റിയിൽ പങ്കെടുത്ത എം സ്വരാജാണ്. എം സ്വരാജ് ആ പേര് പറയണമെന്ന് ആവശ്യപ്പെട്ടു. ഹരി അതിന് വഴങ്ങിയില്ല. തുടർന്നാണെങ്കിൽ മറുപടി പ്രസംഗത്തിൽ ഇത്തരം രീതികൾ, ഇത്തരം പ്രവണതകൾ, ഇത്തരം വിമർശനങ്ങൾ ശരിയല്ല, വിമർശനങ്ങൾ കാര്യമാത്രം പ്രസക്തമാകണം, വ്യക്തിയധിക്ഷേപമാകരുത്, ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ പരിശോധന വേണ്ടിവരും, അതായത് നടപടി ഉണ്ടാകുമെന്ന സൂചന നൽകിയുള്ളൊരു മറുപടിയാണ് എം സ്വരാജ് നൽകിയത്. കരമന ഹരി ഇന്നലത്തെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. അതിശക്തമായ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ മറ്റു ചില അംഗങ്ങളും ഉന്നയിച്ചു. മുഖ്യമന്ത്രി ഏകാധിപതിയാണോ എന്ന ചോദ്യവും ജില്ലാ കമ്മിറ്റിയിലുണ്ടായി. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഓഫീസിൽ കാണാൻ ചെല്ലുമ്പോൾ അവിടെ നിൽക്കുന്ന സാധാരണക്കാരെ മുഴുവൻ അകറ്റി നിർത്തുന്ന ഒരു സമീപനമുണ്ട്. അത്തരം രീതികൾ ശരിയല്ല എന്ന വിമർശനവും ഉയർന്നു വന്നു. മറ്റു പ്രധാനപ്പെട്ട വിഷയമുള്ളത് ജില്ലാ കമ്മിറ്റിയിൽ വാഗ്വാദമുണ്ടായി. അതായത് ജില്ലാ സെക്രട്ടറിയുടെ ഒരു പരാമർശം, ജില്ലാ സെക്രട്ടറി അതായത് ന്യൂനപക്ഷങ്ങളെ കൂടുതൽ പ്രീണിപ്പിക്കുന്നു, ന്യൂനപക്ഷങ്ങളെ കൂടുതൽ അടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ന്യൂനപക്ഷ പ്രീണനമായി മാറുന്ന ചില പരാമർശങ്ങൾ യോഗത്തിൽ ഉയർന്നതായി. അതായത് കമ്മ്യൂണിസ്റ്റ് ശൈലിക്ക് നിരക്കാത്ത വിമർശനമെന്ന ജില്ലാ സെക്രട്ടറി അംഗം തമ്മിലുള്ള വാഗ്വാദമുണ്ടായത്. പാർട്ടിയുടെ ന്യൂനപക്ഷ സമീപനം കമ്മ്യൂണിസ്റ്റ് ശൈലി അല്ലെന്ന വിമർശനത്തിന് ജില്ലാ സെക്രട്ടറി മറുപടി പറയുമ്പോഴാണ് തർക്കമുണ്ടായത്. കമ്മ്യൂണിസ്റ്റ് ശൈലിക്ക് നിരക്കാത്തതെന്ന വിമർശനത്തെ പ്രീണനം തെറ്റിദ്ധരിച്ച് സെക്രട്ടറി മറുപടി പറഞ്ഞതായാണ് ലഭിക്കുന്ന വിവരം. മറുപടി തിരുത്തണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടതോടെ തർക്കമായി. അംഗങ്ങൾ ഉന്നയിച്ചത് എന്താണെന്ന് ഉറപ്പാക്കാൻ പിന്നീട് മിനിറ്റ്സ് പരിശോധിക്കാൻ നിർദ്ദേശമുയർന്നു. സംസ്ഥാന സെക്രട്ടറി അംഗം എം സ്വരാജ് ഇടപെടണമെന്ന ആവശ്യവും അംഗങ്ങൾ ഉയർത്തി. വിമർശനം ശരിയായില്ല, ജില്ലാ സെക്രട്ടറി മനസ്സിലാക്കിയതെന്നും അദ്ദേഹം അത് തിരുത്തി പറയണമെന്നും സ്വരാജ് നിർദ്ദേശിച്ചു. തിരുത്തിയ മറുപടിക്ക് ശേഷമാണ് ഈ ചർച്ച തുടങ്ങിയത്. ഏതായാലും വലിയ തർക്കങ്ങളും വലിയ എതിർപ്പുകളും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെ അടക്കം വലിയ വിമർശനങ്ങളും CPM-ന്റെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായി. ഓക്കെ, എന്നാലും വിവരങ്ങൾ നൽകിയത് എന്നാലും വലിയ ഒരു വാഗ്വാദവും അവിടെ ഉണ്ടായി എന്നുള്ളതാണ് അവരോട് റിപ്പോർട്ട് ചെയ്യുന്നത്. ജില്ലാ സെക്രട്ടറി അംഗങ്ങൾ തമ്മിലായിരുന്നു തർക്കം. ഒപ്പം മുഖ്യമന്ത്രിക്ക് രൂക്ഷ വിമർശനം, അവിടെ കരമന ഹരിയാണ് അത്തരത്തിൽ ഒരു രൂക്ഷ വിമർശനം ഉന്നയിച്ചത് ജില്ലാ കമ്മിറ്റിയിൽ തിരുവനന്തപുരത്ത്. അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പിന്മാറണമെന്ന ആവശ്യം ഡെമോക്രാറ്റുകൾക്കിടയിൽ ശക്തമാകുന്നതിനിടെ നിലപാട് വ്യക്തമാക്കി ബൈഡൻ. പിന്മാറാനില്ല എന്നും മത്സരരംഗത്തുണ്ടാകുമെന്നും ജോ ബൈഡൻ വ്യക്തമാക്കി. സജിമോൻ ആന്റണി ചേരുന്നു. സജിമോൻ ആന്റണി, ഗുഡ് മോർണിംഗ് ഫ്രം കേരള. സോ എന്താണ് ഈ ഡെമോക്രാറ്റുകളുടെ പ്രധാനപ്പെട്ട ആവശ്യം? എന്താണ് ജോ ബൈഡൻ വ്യക്തമാക്കുന്നത്? കഴിഞ്ഞ വ്യാഴാഴ്ച ലോകമാകമാനം പ്രത്യേകിച്ച് അമേരിക്കയിൽ ജനത ഒന്നടങ്കം കാത്തിരുന്ന ഒരു ഡിബേറ്റ് ആയിരുന്നു പ്രസിഡന്റ് ബൈഡനും അതുപോലെ തന്നെ പ്രസിഡന്റ് ട്രംപുമായിട്ട് ഉണ്ടായിരുന്നത്. എന്നാൽ രണ്ട് ഭാഗത്തുനിന്നും നിരാശയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം എല്ലാവരും ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം ഇതാണ്: ഒരു കൺവിക്റ്റഡ് ഫെലഡായ ട്രംപിനെ ആണോ ഇലക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒക്ടോജനറായ 82 വയസ്സായ അല്ലെങ്കിൽ വളരെയധികം വയോധികനായ ഒരു പ്രസിഡന്റ് ജോ ബൈഡനെയാണോ ഇലക്ട് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടു കൂട്ടർക്കും പ്രത്യേകിച്ച് ആൻസർ ഒന്നും ഇല്ല. എന്നാൽ രണ്ട് പാർട്ടിയും ഇതുവരെ അവരുടെ പ്രസിഡന്റിന്റെ കാൻഡിഡേറ്റിന്റെ പുറകിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനായിട്ട് ഡെമോക്രാറ്റുകളെ ഫോഴ്സ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ കഴിഞ്ഞ ഡിബേറ്റിൽ ഉണ്ടായത്. അപ്പൊ അതിന് വലിയൊരു റൂമാണ് അത് ഓപ്പൺ ആയിരിക്കുന്നത്. ഡെമോക്രാറ്റുകൾക്ക് ഇടയിലും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിലും ഇപ്പൊ ഈ ചർച്ച ഇവിടെ അമേരിക്കയിൽ വളരെയധികം വ്യാപകമാണ്. പ്രസിഡന്റ് ബൈഡൻ പിന്മാറുകയോ ഇല്ലയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ കൃത്യമായ ഒരു ആൻസർ പറയാനായിട്ട് ഇന്ന് ഞാൻ അറിഞ്ഞത് അവിടെ ക്യാമ്പ് ഡേവിഡിൽ പ്രസിഡന്റ് ബൈഡനും ബൈഡന്റെ ഫാമിലിയും ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അവര് ഫാമിലിയിൽ ആ കാര്യം ഡിസ്കസ് ചെയ്യും, അതിനുശേഷം പാർട്ടിയിലേക്ക് അറിയിക്കും. അൺഒഫീഷ്യലി ഇതെല്ലാം അൺഒഫീഷ്യൽ ടോക്കുകളാണ്. എന്നാൽ ബൈഡൻ വൈറ്റ് ഹൗസ് പറയുന്നത് ബൈഡൻ ഒരു കാരണവശാലും പിന്നോട്ട് പോകത്തില്ല, അതൊരു വൺ ടൈം ഇൻസിഡന്റ് ആയിരുന്നു. അന്ന് ബൈഡൻ ആരോഗ്യസ്ഥിതി വളരെ നല്ലതല്ലായിരുന്നു അന്ന്. അങ്ങനെയുള്ള പല റീസൺസുകളും PR വർക്കിലൂടെ ബൈഡൻ അഡ്മിനിസ്ട്രേഷന് മുന്നേക്ക് വിടുന്നുണ്ട്, പത്രവാർത്തകളിലേക്ക് വിടുന്നുണ്ട്. എന്നാൽ
ഡെമോക്രാറ്റുകളും ഇൻഡിപെൻഡന്റ് ആൾക്കാരും ഈ ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഈ ആവശ്യത്തിന് എന്തുമാത്രം പ്രസക്തിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി അങ്ങനെ ഒരു ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടെക്നിക്കലി അല്ലെങ്കിൽ ലീഗലി ആൻസർ യെസ് ആണ്. കാരണം ഓഗസ്റ്റ് 19, 2024 ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പാർട്ടി കൺവെൻഷൻ ചിക്കാഗോയിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അന്നാണ് ഒഫീഷ്യലി അവരുടെ കാൻഡിഡേറ്റിനെ ഡിക്ലെയർ ചെയ്യുന്നത്. അതുവരെ കാൻഡിഡേറ്റിനെ അവർക്ക് മാറ്റാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ സമയമുണ്ട്. ലേറ്റ് ആണ്, എന്നാലും ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് വരികയാണെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ട്രംപിനെ ബീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ അതിന് എന്തുമാത്രം ട്രാക്ഷൻ കിട്ടുമെന്ന് ഈ വരും നിമിഷങ്ങളിൽ അല്ല വരും മണിക്കൂറുകൾ അല്ല വരും ദിവസങ്ങൾ അതിന്റെ ആൻസർ പറയും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ഓക്കെ, റൈറ്റ്. എന്നാലും വലിയ പ്രതീക്ഷ എന്താണ് എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്നറിയേണ്ട. സജീവൻ, ഒരു കാര്യം കൂടി, ഇപ്പോൾ ബൈഡൻ പിന്മാറണമെന്ന ആവശ്യം ഡെമോക്രാറ്റുകൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിൽ മറ്റൊരു പകരക്കാരൻ ആരാണ് എന്നുള്ള ഒരു കാര്യം കൂടിയില്ലേ? അതിൽ ഉയർന്നു വരുന്ന പേരുകൾ ഏതൊക്കെയാണ്? ആദ്യമായിട്ട് ഉയർന്നു വരുന്ന പേര് കാലിഫോർണിയയുടെ ഗവർണറാണ്. അതുപോലെ തന്നെ അതോടൊപ്പം ന്യൂയോർക്ക് ഗവർണറുടെ കാര്യം വരുന്നുണ്ട്, മിഷിഗൺ ഗവർണറുടെ കാര്യം വരുന്നുണ്ട്. അങ്ങനെ 3-4 പേരുകളാണ് പ്രിഡോമിനന്റ് ആയിട്ട് വരുന്നത്. എന്നാൽ ക്യാമ്പയിൻ ഒരു സ്ട്രാറ്റജി വൈസിൽ ആൻസർ പലരും പറയുന്നത് ഫ്ലിപ്പ് സ്റ്റേറ്റ് ആയ, അതായത് ഈ 5-6 സ്റ്റേറ്റുകളാണ് അമേരിക്കയുടെ ഇലക്ഷന്റെ ഒരു അൾട്ടിമേറ്റ് ഫലം ഡിസൈഡ് ചെയ്യുന്നത്. അത് പെൻസിൽവേനിയ, അതുപോലെ തന്നെ മിഷിഗൺ, അതുപോലെ തന്നെ ആരിസോണ, ജോർജിയ എങ്ങനെയുള്ള സ്റ്റേറ്റുകളാണ് ഡിസൈഡ് ചെയ്യുന്നത്. ആ സ്റ്റേറ്റ് ഏത് പാർട്ടിയിലേക്ക് ചേരുന്നോ, ഏത് ഇലക്ട്രൽ വോട്ട്, ഏത് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇലക്ട്രൽ വോട്ട് കിട്ടുന്നോ അതനുസരിച്ചാണ് ഇവിടുത്തെ പ്രസിഡന്റിന്റെ ഒരു റിസൾട്ട് വരുന്നത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ പെൻസിൽവേനിയ ഗവർണറുടെ ഒരു പേര് വളരെയധികം മിന്നൽ കേൾക്കുന്നുണ്ട്. അതിന്റെ റീസൺസ് ഉണ്ട്. ഈ ഒരു ലാസ്റ്റ് മൂവ്മെന്റുള്ള ചേഞ്ച് ആകുമ്പോഴത്തേക്കും ഒരു ഫസ്റ്റ് ടൈം എന്നുള്ളൊരു ഒരു പേര് വരികയാണെങ്കിൽ അതിന് കൂടുതൽ ട്രാക്ഷൻ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പെൻസിൽവേനിയ ഗവർണർ മിസ്റ്റർ ഷപ്പീറോയുടെ പേര് മിന്നു വരുന്നുണ്ട്. കാരണം അദ്ദേഹം ആദ്യത്തെ ഒരു യഹൂദനാണ്. യഹൂദ വംശത്തിൽ നിന്ന് ആരും ഇതുവരെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടില്ല. ഒന്ന്. രണ്ടാമത്തേത് അതൊരു ഫ്ലിപ്പ് സ്റ്റേറ്റ് ആണ്. അത് അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് പോകാം. അപ്പം അവിടുന്ന് ഒരു സ്റ്റേറ്റ് ഒരു കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ അത് ഡെമോക്രാറ്റുകൾക്ക് അനുകൂലമായിരിക്കും. അതോടൊപ്പം തന്നെ ഈ പെൻസിൽവേനിയ കഴിഞ്ഞുള്ള തൊട്ടടുത്ത സ്റ്റേറ്റുകളാണ് ഈ പറഞ്ഞ മിഷിഗൺ കാര്യങ്ങളും ഒക്കെ. അപ്പൊ അതിന്റെ ഒരു ഇമ്പാക്ട് അവിടെയും ഉണ്ടായേക്കാം. അപ്പൊ അങ്ങനെയുള്ള പല ചർച്ചകളും നടക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ഒഫീഷ്യൽ അല്ല, ഇതെല്ലാം അൺഒഫീഷ്യൽ ചർച്ചകളാണ്. ഏതായാലും അമേരിക്കയിൽ ഇതൊരു വലിയൊരു ഡിബേറ്റ് ആണ്, വലിയൊരു സംസാര വിഷയമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ബൈഡൻ ഒരു മോശമായ പ്രസിഡന്റ് ആണ് എന്നതുകൊണ്ടല്ല, അദ്ദേഹത്തിന്റെ പ്രായം 82 ആയി. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മെമ്മറി ശക്തിയും കാര്യങ്ങളും ഒക്കെ ഇപ്പം പഴയ പോലെ ഇല്ല. അപ്പൊ ഇനി വരുമ്പം 82 പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ അടുത്ത 4 വർഷം എന്ന് പറയുമ്പോൾ 86 വർഷമാണ്. അപ്പൊ അതൊരു വലിയൊരു ചലഞ്ചാണ് ഡെമോക്രാറ്റിക് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. ആ ഒരു പ്രസിഡന്റിന്റെ പുറകിൽ ട്രംപിനെ ബീറ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇപ്പൊ വരുന്നുണ്ട്. ഏതായാലും ഇതൊരു പുതിയ ഒരു ബ്രേക്കിംഗ് ന്യൂസ്, ഒരു പുതിയ ചർച്ചാ വിഷയമാണ്. വരും ദിവസങ്ങളിൽ നമുക്ക് അതിനൊരു തീർച്ചയായും ഒരു ആൻസർ കിട്ടിയേക്കാം. പാർട്ടികൾക്ക് സമയമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞ പോണക്ക് തന്നെ ഏകദേശം 1.5 മാസം അല്ലെ 1 മാസവും 20 ദിവസവും ഇനിയും ബാക്കിയുണ്ട്. ഓഗസ്റ്റ് 19 വരെ അവർക്ക് മാറ്റാം. കാര്യം ഈ പ്രൈമറി ഇലക്ഷന് റിപ്പബ്ലിക്കൻ പാർട്ടിയിലും അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് പാർട്ടിയിലും അമേരിക്കയിൽ ഓൾറെഡി കഴിഞ്ഞു. പ്രസിഡന്റ് ട്രംപിനെ വളരെ വൻ മാർജിനിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയും പ്രസിഡന്റ് ബൈഡനെ വൻ മാർജിനിൽ ഡെമോക്രാറ്റിക് പാർട്ടിയും ഓൾറെഡി ഇലക്ട് ചെയ്തു. എന്നാൽ അതിന്റെ ഫോർമാലിറ്റി കംപ്ലീറ്റ് ആവണമെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിലും ഡെമോക്രാറ്റിക് പാർട്ടിയിലും രണ്ടിടത്തും ആ കൺവെൻഷൻ പൂർത്തിയാകണം. ആ കൺവെൻഷനിലുള്ള ഡിക്ലറേഷനും സർട്ടിഫിക്കേഷനുമാണ് ആ ഇതുവരെയുള്ള ഇലക്ഷന്റെ ഇതിനെ പ്രൊസീജിയറിനെ എല്ലാം ഒഫീഷ്യൽ ആക്കുന്നത്, അല്ലെ ഒഫീഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഓഗസ്റ്റ് 19 വരെ ഏതായാലും സമയമുണ്ട്. അത് സമയക്കുറവുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയക്കുറവാണ്. കാരണം മറ്റ് ക്യാമ്പയിനൊക്കെ ഏകദേശം 1 വർഷത്തിന് മുമ്പ് ക്യാമ്പയിൻ തുടങ്ങി വളരെയധികം മുന്നിലാണ്, അല്ലെ കട്ടയ്ക്കാണ്. അപ്പൊ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇലക്ഷന് 2% അല്ലെ 2 to 5% മാർജിനിലാണ് ഇതൊക്കെ വിൻ ആൻഡ് ലൂസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു 2 to 5% ട്രാക്ഷന് എങ്ങോട്ട് പോകുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ പ്രസിഡന്റ് ബൈഡന് ഇപ്പൊ ഒരു ട്രംപിന്റെ ഈ കൺവിക്റ്റഡ് ആകുന്നതിന് മുമ്പ് ട്രംപ് പുറകിലായിരുന്നു. കൺവിക്റ്റഡ് ആയി കഴിഞ്ഞതിന് ശേഷം ട്രംപ് ബൈഡന്റെ മിന്നൽ വന്നു, 2 to 3% മിന്നൽ വന്നു. അപ്പൊ അത് തന്നെ ഒരു ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം വളരെയധികം ആൾക്കാർ അമേരിക്കയിൽ ചിന്തിക്കുന്നുണ്ട് ട്രംപിന് ഒരു പൊളിറ്റിസൈസ് ചെയ്ത് ടൂ മച്ച് അതിനകത്ത് ഒരു ഗ്യാസ് കൊടുത്ത് അങ്ങനെ ഒരു വിക്ടിമൈസ് ആവുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. ഒന്ന്. അപ്പൊ അതിന്റെ ഒരു വിക്ടിം കാർഡ് കളിച്ചുകൊണ്ട് തന്നെയാണ് ട്രംപിന്റെ ക്യാമ്പയിന് ഒത്തിരി ഫണ്ട് റേസ് ചെയ്യും, ബൈഡനെ ബീറ്റ് ചെയ്യുക, അതിന്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഈവൻ തെറ്റ് ചെയ്ത് ട്രംപാണ് എങ്കിൽ പോലും അതിന്റെ കുറ്റം മുഴുവനും ബൈഡൻ അഡ്മിനിസ്ട്രേറ്റർ മേളിൽ ചുമത്തിക്കൊണ്ട് ആ ഒരു വിക്ടിമൈസേഷൻ, ആ ഒരു ക്യാരക്ടർ
ക്യാരക്ടറൈസേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളുടെ താങ്ക് യു സോ മച്ച് സജിമോൻ. എന്നാലും നമുക്ക് വിശദമായി ഇനിയും നമുക്ക് സംസാരിക്കാം. എന്നാലും ഒരുപാട് നന്ദി അമേരിക്കയിൽ നിന്ന് നമ്മോടൊപ്പം ചേർന്നതിന്. മോർണിംഗ് വൈബ്സിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. വീണ്ടും നാളെ കാണാം. നമസ്കാരം.